എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ നിന്നാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സജിത്ത്, ഇന്ന് ഞായറാഴ്ചയാണ്. പൊതുവെ ഞായറാഴ്ചകളിൽ വാർത്തകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വലിയൊരു തള്ളിക്കയറ്റം ഇല്ലാത്ത ദിവസമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം. ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് നമുക്കറിയാം, ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്ത രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തുടർ വാർത്ത. അതായത് ഞായറാഴ്ച ദിവസമായിട്ട് കൂടി കോൺഗ്രസ് ഒരു വലിയ പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം ഈ ഞായറാഴ്ച ദിവസം ഇടുന്നു എന്ന പ്രത്യേകതയുണ്ട്, അല്ലേ? തീർച്ചയായും രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് ഇന്ന് സത്യാഗ്രഹം നടത്തുകയാണ്. 10 മണിയോടുകൂടി സത്യാഗ്രഹം നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ രാജ്ഘട്ടിലാണ് ദേശീയ തലത്തിലുള്ള സമരം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒപ്പം തന്നെ രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം. നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി ഇവിടെ KPCC മറ്റ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം കേരളത്തിലാണ് എന്ന പ്രത്യേകത സ്വാഭാവികമായും മലയാളികൾക്കും ആ തരത്തിൽ ആ വാർത്തകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ പാറ്റൂരിലെ ആ ഒരു യുവതി ആക്രമിക്കപ്പെട്ട സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 13 ദിവസമായി. പക്ഷേ ഇതുവരെയും പ്രതിയെക്കുറിച്ച് കൃത്യമായ ഒരു സൂചനയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. 13 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഉരുട് കളിക്കുകയാണ്. കൃത്യമായ ഒരു പ്രതിയെക്കുറിച്ച് സൂചന ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും പ്രതിയിലേക്ക് ഇതുവരെയും പോലീസ് എത്തിയിട്ടില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും രാവിലെ വന്നൊരു വാർത്തയുണ്ട്. കൊച്ചിയിൽ കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തി പ്രതി കുഴഞ്ഞു വീണ് മരിച്ചു എന്ന ഒരു വാർത്ത. വിരിമ്പിനം സ്വദേശിയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നസെന്റിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയാണ്, ഗുരുതര അവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുകയാണ്. നമ്മൾ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ അരിക്കൊമ്പന്റെ ആ ദൗത്യത്തിന് വെല്ലുവിളി ഉയർത്തിയത് കോടതിയുടെ ഇടപെടലാണ്. പക്ഷേ ആ ദൗത്യത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് അത് തടസ്സമായിട്ടില്ല. അവിടെ കൂടുതൽ കുങ്കിയാനകളെ എത്തിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. 29-ന് അതിന്റെ മോക്ക് ഡ്രിൽ നടക്കും. 4 കുങ്കിയാനകളും എത്തിയിട്ടുണ്ട്. ദൗത്യ സംഘം എത്തിയിട്ടുണ്ട്. അരുൺ സക്കറി എത്തിയിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത്. പക്ഷേ ഇവിടെ കാണേണ്ടത് പ്രതിഷേധം കടുക്കുകയാണ്. ഈ കോടതിയെ സമീപിച്ചതുമായൊക്കെ ബന്ധപ്പെട്ട് ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ പ്രതിഷേധം കടുക്കുകയാണ്. നാട്ടുകാരടക്കം രംഗത്തിറങ്ങിക്കൊണ്ട് പഞ്ചായത്ത് എന്തായാലും ഈ കേസിൽ കക്ഷി ചേരാനുള്ള നീക്കത്തിലാണ്. ആ തരത്തിൽ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നത്തെ പ്രഭാത കേരളത്തിൽ ഒരു പ്രധാന ഇടം പിടിക്കും. അതിൻ്റെ തുടർ വാർത്തകളും ഒക്കെ സാധ്യതയുള്ളതാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം അത് വ്യത്യസ്തമാണ്, സമ്പന്നമാണ്. ഒപ്പം തന്നെ ചില കൗതുക കാഴ്ചകളും ഒക്കെ ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. രാഹുൽ വാർത്തകളുടെ ഒക്കെ വിശദമായ പരിശോധനയും ഇന്ന് പ്രഭാത കേരളത്തിലുണ്ടാവും. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് മ്യൂസിയത്തിലാണ്. രഞ്ജിനി സൂചിപ്പിച്ചു, മ്യൂസിയത്തിലെ ഞായറാഴ്ച കാഴ്ചകൾക്ക് ഏറെ പ്രത്യേകതയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മ്യൂസിയത്തിൻ്റെ തിരക്കിലേക്ക് വരുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ്. കാരണം നഗരത്തിലെ നഗരവാസികൾക്ക് ഒരു അവധി ദിവസമാണ്. സ്വാഭാവികമായും ഇവിടെ രാവിലെ നടത്തത്തിനും അപ്പുറം ഇവിടെ ആസ്വദിക്കുന്നതിനൊക്കെ വേണ്ടി കുടുംബങ്ങളോടൊത്ത് ആൾക്കാർ ഇവിടേക്ക് കൂടുതലായി എത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് പരമാവധി മ്യൂസിയത്തെ കാഴ്ചകളും മനോഹര ദൃശ്യങ്ങളും ഒക്കെയായി ഇന്ന് പ്രേക്ഷകരിലേക്ക് പ്രഭാത കേരളം എത്തിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമ്മൾ ടോപ്പ് ഹെഡ്ലൈൻസ്. മ്യൂസിയത്തിൽ നിന്നും പ്രഭാത കേരളം തുടങ്ങുകയാണ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നു, പ്രതിഷേധം കടുപ്പിക്കുന്നു. രാജ്ഘട്ടിൽ നിന്ന് ഇന്ന് സത്യാഗ്രഹത്തിന് തുടക്കമാകുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും കേരളത്തിന്റെ പൊതുചിത്രം, ദേശീയ തലത്തിലുള്ള ചിത്രമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് തുടക്കം തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ദേശീയതല ചിത്രവുമായി ER രാകേഷ്, ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ഒപ്പം മലബാറിലെ വയനാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ആദ്യം ER രാകേഷിലേക്ക് നമുക്ക് പോകുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിൽ ഞായറാഴ്ച ദിവസമായിട്ട് കൂടി
രാഹുൽ വിഷയത്തിൽ വലിയ കടുത്ത പ്രക്ഷോഭ പരിപാടിക്ക് കോൺഗ്രസ് തുടക്കമിടുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. രാജ്ഘട്ടിലെ സമരപരിപാടികൾക്ക് ഒരു കൃത്യമായ രൂപമായിട്ടുണ്ടോ? എപ്പോഴായിരിക്കും സമരം ആരംഭിക്കുക? ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള നിയമ നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നീക്കം എങ്ങനെയാണ്? രാകേഷ്. സജിത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഏതായാലും കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ അദാനിയെക്കുറിച്ച് മിണ്ടാതിരിക്കാനാണ് തന്നെ അയോഗ്യനാക്കിയതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ ഒരു പോർമുഖം തുറന്നിരുന്നു. ഇന്ന് ഏതായാലും പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സത്യഗ്രഹം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ഈ സമരത്തിന്റെ അല്ലെങ്കിൽ സത്യഗ്രഹത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഡൽഹി തന്നെയായിരിക്കും. കാരണം രാജ്ഘട്ടിലാണ് ഡൽഹിയിൽ രാജ്ഘട്ടിലാണ് കോൺഗ്രസിന്റെ സത്യഗ്രഹം നടക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളാണ് രാജ്ഘട്ടിൽ നടക്കുന്ന സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത്. രാവിലെ 10 മുതൽ 5 മണി വരെയാണ് നേതാക്കൾ സത്യാഗ്രഹം ഇരിക്കുക. ഇങ്ങനെ സർക്കാരിനെതിരായ പോരാട്ടം, ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കിയ വിഷയത്തിൽ പോരാട്ടം ഘടിപ്പിക്കുക തന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതായത് ഈ സംഭവത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, സമരപരിപാടികളുമായി മുന്നോട്ട് പോകും, ഒപ്പം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, പാർലമെന്റ് ഇല്ല. പക്ഷേ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമാണ്. നാളെ ഈ വിഷയം പാർലമെന്റ് ഉന്നയിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നിലവിൽ തന്നെ പാർലമെന്റ് സംഘർഷഭരിതമാണ്. പ്രത്യേകിച്ച് അദാനി വിഷയം തന്നെയാണ് അവിടെ ചർച്ച. JPC അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു സമരം കോൺഗ്രസിന്റെ അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നു. അവിടെ പാർലമെന്റ് സ്തംഭിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതിനൊപ്പം തന്നെ രാഹുൽ വിഷയം കൂടി, രാഹുലിനെ അയോഗ്യനാക്കിയ വിഷയം കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. മറ്റു പ്രതിപക്ഷ കക്ഷികളും സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കും. കാരണം പല ഭിന്നതകളും മറന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഇതിന് പുറമെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് അടക്കമുള്ള നേതാക്കളോട് അടിയന്തരമായി ഡൽഹിയിലെത്താനുള്ള നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ ദേശീയ നേതൃത്വം നൽകി കഴിഞ്ഞു. ഇങ്ങനെ സമരവുമായി ഈ വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം തന്നെ നിയമപരമായ നടപടികളും കോൺഗ്രസ് വരും ദിവസങ്ങളിൽ കൈക്കൊള്ളും. ഇന്നോ നാളെയോ മറ്റന്നാളോ ഈ വിഷയത്തിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സെഷൻസ് കോടതിയിലായിരിക്കും കോൺഗ്രസ് അപ്പീൽ നൽകുക. കാരണം ഹൈക്കോടതിയിലും മറ്റും പോകാനുള്ള സാധിക്കുമെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികൂലമായ പരാമർശമുണ്ടായാൽ അത് ഈ കേസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിലായിരിക്കും കോൺഗ്രസ് രാഹുലിനായി അപ്പീൽ നൽകുക. രാകേഷ്, ഒരു കാര്യം കൂടി, നമ്മൾ തുടക്കത്തിൽ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ തുടക്കത്തിൽ ചർച്ച ചെയ്തതാണ്, രാഹുലുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രതിപക്ഷ ഐക്യം നാളെ അത് പാർലമെന്റിലടക്കം ഉന്നയിക്കപ്പെടുമ്പോൾ, അതായത് പ്രതിപക്ഷ ഐക്യം സ്വാഭാവികമായും പാർലമെന്റിലും ഈ രാഹുലിന്റെ വിഷയത്തിൽ പ്രകടമാകുന്ന ഒരു ദിവസം കൂടിയായി നാളെ മാറുകയില്ലേ? ഒപ്പം തന്നെ ദേശീയ തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രതിപക്ഷ ഐക്യത്തിന്റെ പുതിയ നീക്കങ്ങൾ എന്തെങ്കിലും പ്രകടമാവുന്നുണ്ടോ? സജിത്ത്, പ്രതിപക്ഷ ഐക്യം, മുമ്പില്ലാത്തതൊരു പ്രതിപക്ഷ ഐക്യം രാഹുലിനെ അയോഗ്യനാക്കിയ വിഷയത്തിൽ കണ്ടു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിലാണ് പ്രധാനമായ പോരാട്ടം നടക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ കേരളത്തിലടക്കം കോൺഗ്രസ് നേതാക്കൾ ഒരുപടി മുന്നിൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് CPM നേതാക്കളാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഡൽഹിയിൽ നടത്തിയ പ്രതികരണത്തിൽ പോലും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് രാഹുലിനായി തെരുവിലിറങ്ങാൻ തയ്യാറാണെന്ന തരത്തിൽ സമരം സംഘടിപ്പിക്കുന്ന പരാമർശം MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് സമാനം തന്നെയാണ് ദേശീയ തലത്തിലെയും കാര്യങ്ങൾ. കാരണം രാഹുലിനെ അയോഗ്യനാക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ച പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയ പാർട്ടികളിലൊന്ന് തൃണമൂൽ കോൺഗ്രസ് ആണ്. നമുക്കറിയാം, BJP-യെ പോലെ തന്നെ അകറ്റി നിർത്തേണ്ട പാർട്ടിയാണെന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. മൂന്നാം മുന്നണി നീക്കമടക്കം ആയി തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ രാഹുലിനെ അയോഗ്യനാക്കിയപ്പോൾ രാഹുലിന് വേണ്ടി വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഒപ്പം തന്നെ തെലങ്കാനയിൽ BRS-ഉം കോൺഗ്രസുമായി ചേർന്ന് പോകാത്ത പാർട്ടിയാണ്. BRS-ഉം രാഹുലിന് വേണ്ടി വാദിച്ചു. അരവിന്ദ് കെജ്രിവാളും ശക്തമായ ഭാഷയിൽ ഈ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇങ്ങനെ മുൻപില്ലാത്ത വിധം ഒരു ഐക്യം ഈ വിഷയത്തിൽ, രാഹുലിന്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളുമായി ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാളെ പാർലമെന്റ് 11 മണിക്ക് സമ്മേളിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമുണ്ടാവും. സ്വാഭാവികമായും ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനായ വിഷയത്തിൽ എങ്ങനെ സമരപരിപാടികളുമായി പാർലമെന്റിനകത്ത് സമരവുമായി മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കങ്ങൾ. സജിത്.
തീർച്ചയായും രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. എന്തായാലും വിധി വന്ന പിറ്റേ ദിവസം തന്നെ രാഹുലിനെ അയോഗ്യനാക്കുന്ന സാഹചര്യമാണ് കണ്ടത്. ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം പോവുകയും ചെയ്തത്. വെള്ളിയാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷം സഭ സമ്മേളിച്ചിട്ടില്ല. സ്വാഭാവികമായി നാളെയാണ് അതിനുശേഷം വീണ്ടും സഭ സമ്മേളിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമാണ് പലപ്പോഴും നിർത്തിവെക്കുന്ന സാഹചര്യം അടക്കം കണ്ടു. നാളെ ഈ വിഷയം സഭയിലെത്തുമ്പോൾ സ്വാഭാവികമായും ഇതേ സാഹചര്യമായിരിക്കും ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇതുവരെ കാണാത്ത ഒരു പ്രതിപക്ഷമായി സഭയിൽ നാളെ മുതൽ അത് പ്രകടിപ്പിച്ചേക്കാം. കാരണം ഒരു വിഷയത്തിൽ ഇത്രയധികം ഐക്യപ്പെടുന്നത് പ്രതിപക്ഷ നിരയിൽ ഇത് ആദ്യമാണെന്ന് തോന്നുന്നു. അത് സ്വാഭാവികമുണ്ടായേക്കാം. തീർച്ചയായും. ഇനി നമുക്ക് സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കണം. സ്വാഭാവികമായും ഈ രാഹുലിന്റെ അയോഗ്യതാ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള നേതാക്കളുടെ പ്രതികരണം അടക്കം ഉണ്ടാകുന്നു. ഡാൻ കുര്യനാണ് ചേർന്നത്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സ്വാഭാവികമായിട്ടും രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് സത്യാഗ്രഹം നടത്തുകയാണ്. 10 മണിക്കാണല്ലോ സത്യാഗ്രഹം തുടങ്ങുക. തലസ്ഥാനത്തെ കാഴ്ച എങ്ങനെയാണ്? ആരാണ് ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുക? ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സജിത്ത് ആൻഡ് രഞ്ജിനി. രാവിലെ 10 മണിയോടെ, അതായത് 9 മണിക്ക് ശേഷം ഈ സത്യാഗ്രഹം ഗാന്ധി പാർക്കിൽ ആരംഭിക്കും എന്നാണ് നമുക്ക് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെയും KPCC നേതൃത്വത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും AICCയുടെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നത്. വിപുലമായ രീതിയിലുള്ള സത്യാഗ്രഹ പരിപാടികളായിരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഗാന്ധി പാർക്കുകളിൽ, അതായത് ഈ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുമ്പിലായിരിക്കും ഇത്തരത്തിൽ സത്യാഗ്രഹം നടത്തേണ്ടത് എന്ന നിർദ്ദേശം എല്ലാ DCC നേതൃത്വങ്ങൾക്കും KPCC നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികളായിരിക്കും 14 ജില്ലകളിലും ആസൂത്രണം ചെയ്യുക. അതിന്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയായിരിക്കും തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുക. 9 മണിക്ക് ശേഷം ഈ സത്യാഗ്രഹം ആരംഭിക്കുമെന്നാണ് നമുക്ക് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. അത്തരത്തിലൊരു സത്യാഗ്രഹവുമായി രംഗത്തെത്തുമ്പോൾ ഓരോ ജില്ലകളിലെയും KPCC ഭാരവാഹികൾ, ഒപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം അതത് ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിൽ കർശനമായി പങ്കെടുക്കണമെന്ന് AICC നേതൃത്വത്തിന്റെ മാർഗനിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാരും വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ സത്യാഗ്രഹ പരിപാടികളുടെ ഭാഗമാകും. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരായി ഉണ്ടായിരിക്കുന്ന ഇത്തരമൊരു നീക്കത്തിൽ അതിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഐക്യമുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന് അനുകൂലമായി, അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയ വിധി അംഗീകരിക്കാനാവില്ല, അത് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുമായി മറ്റ് കക്ഷികളെല്ലാം ഒരുമിച്ച് ഒരു വശത്ത് അണിനിരക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് മുമ്പിൽ നിന്ന് ആക്കം വർദ്ധിപ്പിക്കുക എന്നൊരു നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാകും രാവിലെ 9 മണിക്ക് ശേഷം ഗാന്ധി പാർക്കിലും ഇത്തരത്തിൽ ഒരു സത്യാഗ്രഹ പരിപാടി തുടങ്ങുക. രഞ്ജിനി. യെസ്, അതാണ് സംസ്ഥാനത്തെ സാഹചര്യം. എന്തായാലും രാഹുൽ വിഷയത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ പ്രക്ഷോഭ പരിപാടികളാണ് ഉണ്ടാവുന്നത്. ഞായറാഴ്ച ദിവസം ഇവിടെ തിരുവനന്തപുരവും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ ശക്തമായ സമരപരിപാടികൾക്ക് കേരളത്തിലും തുടക്കമിടുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഡാനിലേക്ക് ഞങ്ങൾ തിരികെ വരാം. മറ്റ് ചില തലസ്ഥാന വിശേഷങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പായി നമ്മൾ കൊച്ചിയിലേക്കൊന്ന് പോകുമ്പോൾ കൊച്ചിയിൽ സുവി വിശ്വനാഥനാണ് നമുക്കൊപ്പം ചേരുന്നത്. സുവി, ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ച് ഏറെ ആകാംക്ഷ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുന്നത് ഇന്നസെന്റിന്റെ ആരോഗ്യനിലയാണ്. പ്രമുഖ നടൻ, മലയാളികളുടെ പ്രിയപ്പെട്ട താരം ഇന്നസെന്റിന്റെ ആരോഗ്യനില സംബന്ധിച്ച് പൊതുവിൽ മലയാളികൾക്കെല്ലാം വലിയ ആശങ്കയുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട അതിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ തേടി നിൽക്കുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില തെറ്റായ വാർത്തകളും പ്രചരിച്ചിരുന്നു. നിലവിലെ ആരോഗ്യനില എങ്ങനെയാണ്? ചികിത്സ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെങ്കിലും മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നത്തെ ദിവസം പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ സുവി? ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് രഞ്ജിനി. ഞായറാഴ്ച ദിവസമാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്നസെന്റിന്റെ ആരോഗ്യനില എന്നത് സംബന്ധിച്ച്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ നൽകി തുടങ്ങിയിരുന്നു. ഇന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നിലവിൽ മാറ്റമില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരോട് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്. ഇന്നലത്തെ അതേ സ്ഥിതി തന്നെ തുടരുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് എന്നാണ് ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ചുറ്റും ബന്ധുക്കളും മറ്റുള്ളവരും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കുകയാണ് ഡോക്ടർമാർ. ലേക്ക് ഷോറിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. മാർച്ച് 3-ാം തീയതിയാണ് അദ്ദേഹത്തെ ശാരീരിക അവശതകളെ തുടർന്ന് ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
നിരവധി തവണ അദ്ദേഹത്തിന് അർബുദം പിടിപെട്ടിരുന്നു. അതിന്റെ ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു. കോവിഡ് വന്നു പോയിരുന്നു, അതിന്റെ ശാരീരിക അവശതകളുണ്ട്. ഇതെല്ലാം കൂടെ വലിയ തോതിൽ വലിയ ബുദ്ധിമുട്ടുകളായി മാറിയ സാഹചര്യത്തിലാണ് മാർച്ച് 3-ന് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ആ ചികിത്സയാണ് ഇപ്പോൾ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് പറയാനുള്ളത്. മലയാളത്തിലെ സിനിമാ പ്രേമികൾ, അദ്ദേഹത്തിന്റെ ആരാധകർ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കളെല്ലാം തന്നെ ആശുപത്രിക്ക് ചുറ്റും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയൊരു തിരിച്ചുവരവിന് അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് എല്ലാവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ആരോഗ്യനിലയിൽ ഒരു മാറ്റവുമില്ല, പുരോഗതി ഇല്ല എന്ന വിവരം തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. സജിത്. തീർച്ചയായും സുബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നസെന്റിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തെറ്റായ രീതിയിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ കുടുംബം രംഗത്തെത്തുന്ന സാഹചര്യം കണ്ടു. എല്ലാവരും അത്തരത്തിലുള്ള വാർത്തകൾ തള്ളിക്കളയണമെന്നാണ് കഴിഞ്ഞ ദിവസം കുടുംബം വ്യക്തമാക്കിയത്. എന്തായാലും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നുണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് വളരെ പുരോഗതി കൈവരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിൽ സുവി ഇന്ന് രാവിലെ ഈ കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തി കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഇരിപ്പിനം സ്വദേശി മനോഹരനാണ് മരിച്ചത്. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ കൂടി എങ്ങനെയാണ്? ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നടന്നിരുന്നു. അങ്ങനെ ആ പരിശോധനയ്ക്കിടയിൽ പോലീസ് കൈ കാണിച്ചു. ഈ മനോഹരൻ എന്നയാൾ ബൈക്കിൽ വരികയായിരുന്നു. എന്നാൽ പോലീസ് കൈ കാണിച്ചപ്പോൾ ഇയാൾ നിർത്താതെ പോയി. തുടർന്ന് പോലീസ് ഇയാളെ ചേസ് ചെയ്ത് പിടിച്ചു. അതിനുശേഷം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് രക്തപരിശോധനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം കുഴഞ്ഞു വീണു എന്നാണ് പറയുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മരിച്ചു. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ് മനോഹരൻ. കൊച്ചി ഇരുമ്പനം സ്വദേശിയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ബന്ധുക്കളെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസിന്റെ മർദ്ദനമാണ് ഈ മനോഹരൻ മരിക്കാൻ കാരണം എന്നാണ് ഈ നിലവിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ തൃപ്പൂണിത്തുറ സ്റ്റേഷന് മുമ്പിൽ ബന്ധുക്കളും ഈ മനോഹരന്റെ മറ്റു സുഹൃത്തുക്കളുമെല്ലാം എത്തി ഉപരോധം നടത്തുകയും മറ്റും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ പരാതി നൽകാം എന്ന പരാതി എടുക്കാം എന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അവർ പിരിഞ്ഞുപോയത്. ഏതായാലും ഈ മരണത്തിൽ പോലീസിന് കൈയുണ്ട് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ മനോഹരന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയാൽ മാത്രമാണ് മർദ്ദനമാണോ ഈ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള ഒരു കാരണം എന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പോലീസ് പറയുന്നത് മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തയാളാണ് ഇന്നലെ രാത്രിയോടെ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. രഞ്ജിനി. യെസ്, അതാണ് കൊച്ചിയുടെ സാഹചര്യം. എന്തായാലും കൊച്ചിയിലെ പ്രധാന വാർത്തകളാണ് സുവി വിശ്വനാഥൻ പങ്കുവച്ചത്. നമ്മൾ വീണ്ടും തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തലസ്ഥാനത്തെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഈ പാറ്റൂരിലെ യുവതി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവം. 13 ദിവസം കഴിഞ്ഞ് ഇതുവരെയും പ്രതിയെക്കുറിച്ചൊരു കൃത്യമായ സൂചനയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ചില CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് വലിയ വീഴ്ചയായി തന്നെ നിൽക്കുകയാണ്. എന്താണ് പോലീസ് ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഡാൻ. സൈത്ത്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഈ പോലീസ് നടപടി വൈകിയതിനെതിരെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഊർജിതമായ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഈ അന്വേഷണത്തിന് മറ്റു തരത്തിൽ ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന പരിശോധനയിൽ 50 വയസ്സിന് താഴെയുള്ള ഒരാളാണ് ഇത്തരത്തിൽ ഈ വീട്ടമ്മയെ ആക്രമിച്ചത് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. അത് ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഇയാൾ കടന്നു വന്ന ബൈക്ക് ഉൾപ്പെടെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ 13 ദിവസം പിന്നിട്ടിട്ടും പോലീസിന്റെ മൂക്കുംതുമ്പത്ത്, അതായത് പേട്ട സ്റ്റേഷന്റെ മൂക്കുംതുമ്പത്ത് നടന്ന ഇത്തരത്തിലൊരു അക്രമ സംഭവത്തിലെ പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നത് സിറ്റി പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്.
അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ കസ്റ്റഡിയിലെടുക്കും എന്ന സൂചന തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്നത്. സജി, യെസ്, അതാണ് പാറ്റൂർ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡാൻ പങ്കുവെക്കുന്നത്. എന്തായാലും തലസ്ഥാനത്തെ പ്രധാന വാർത്തകളുടെ ഒരു പരിശോധനയാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ പ്രഭാത കേരളം അതിന്റെ ഒരു ഘട്ടം പിന്നിടുകയാണ്. എന്തായാലും ഇനി പ്രധാനപ്പെട്ട മറ്റ് ചില കൗതുക കാഴ്ചകളടക്കം പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. തീർച്ചയായും ഇടുക്കിയിൽ നിന്നുള്ള കൗതുക കാഴ്ചയാണ്. അരിക്കൊമ്പനെ പറ്റിയുള്ള വാർത്തയാണ്. ഇതിനു മുമ്പും ഇപ്പൊ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളിലേക്കൊക്കെ ദൗത്യ സംഘവും വനം വകുപ്പും ഒക്കെ കടന്നിരിക്കുന്ന സാഹചര്യം. പക്ഷെ ഇതിനു മുമ്പും അരിക്കൊമ്പനെ ഒരിക്കൽ മയക്കുവെടി വെച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ അരിക്കൊമ്പൻ തെന്നി മാറി പോവുകയായിരുന്നു. ആ റിപ്പോർട്ടിലേക്കും ആ കാഴ്ചകളിലേക്കും ഒക്കെ വിശദമായി തന്നെ എത്താം ഒരിടവേളയ്ക്ക് ശേഷം. യെസ്, നമ്മൾ തിരികെ എത്തുകയാണ് പ്രഭാത കേരളത്തിലേക്ക്. മ്യൂസിയത്തിൽ നിന്നും പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. അരിക്കൊമ്പനെ പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടുക്കിയിലെ വനം വകുപ്പും മറാഠി സംഘവുമെല്ലാം. അരിക്കൊമ്പനെ പിടിക്കാൻ ഒരുക്കങ്ങൾ പൂർണ്ണം. സൂചിപ്പിച്ച പോലെ അരിക്കൊമ്പനെ പിടിക്കാൻ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്. പക്ഷേ കോടതിയിൽ കേസ് എത്തിയതാണ് ഒരു പ്രതിസന്ധിയായി, വിലങ്ങുതടിയായി അവിടെ നിൽക്കുന്നത്. 29-നാണ് കേസ് കോടതിയിൽ എത്തുന്നത്. സ്വാഭാവികം അതിനു മുമ്പ് മോക്ക് ഡ്രില്ല് നടത്തും. 29-ന് മോക്ക് ഡ്രില്ല് നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി. കുങ്കിയാനകളെല്ലാം എത്തി, RRT സംഘം എത്തി, അരുൺ സക്കറി എത്തി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരുക്കങ്ങളെല്ലാം വ്യക്തമാക്കിയതാണ്. പക്ഷേ ആരും ഇതുവരെ പറയാത്ത അരിക്കൊമ്പന്റെ കഥയുണ്ട്. ആ കഥയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക്. അരിക്കൊമ്പൻ ഒന്നല്ല, പല കഥയുണ്ട്. ഇതിനു മുമ്പ് പല അരിക്കൊമ്പന്റെ പല വേർഷൻസ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചാണ്. ഇന്ന് മറ്റൊരു കഥയാണ്. ഇതിനു മുമ്പും അരിക്കൊമ്പനെ പിടികൂടാൻ ദൗത്യ സംഘം എത്തിയിരുന്നു. 5 പ്രാവശ്യമാണ് അരിക്കൊമ്പനെ പിടികൂടാനായി മയക്കുവെടി വെച്ചത്. അതെ, 5 തവണ മയക്കുവെടി വെച്ചെങ്കിലും അതിൽ നിന്നെല്ലാം വഴുതി പോവുകയായിരുന്നു. ഒപ്പം തന്നെ കുങ്കിയാനകൾക്കും ഈ അരിക്കൊമ്പനെന്ന് പിടികൊടുത്തില്ല. അതുകൊണ്ട് ഇത്തവണ വ്യത്യസ്തമായ ഒരു കെണി ഒരുക്കിയാണ് അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി വനംവകുപ്പ് ഒപ്പം തന്നെ ദൗത്യ സംഘം കാത്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് മുമ്പ് ഈ അരിക്കൊമ്പനെ വെടിവെക്കാൻ ശ്രമം നടത്തിയത്? അന്ന് ആ ദൗത്യത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഡോക്ടർ അബ്ദുൾ ഫത്ത ആ കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ്. ആ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസിന്റെ റിപ്പോർട്ടിലേക്കാണ്. അരിക്കൊമ്പൻ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ 2017 ഇതേ ദൗത്യത്തിൽ പങ്കാളിയായ ഡോക്ടർ അബ്ദുൾ ഫത്താഹ് നമ്മളോടൊപ്പം ചേരുകയാണ്. അന്നത്തെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സാർ, എന്തൊക്കെയായിരുന്നു അന്ന്, എങ്ങനെയുള്ള നടപടിയാണ് അന്ന് നമ്മൾ സ്വീകരിച്ചിരുന്നത്? 100ഓളം ഫോറസ്റ്റ് സ്റ്റാഫുകൾ കൂടിച്ചേർന്ന ഒരു വലുതായിട്ടൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നത്. പിന്നെ 2 കുങ്കീസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് രണ്ടും നമ്മുടെ മുതുമല ആന ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്ന 2 കുങ്കീസ് ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷന്റെ ഏറ്റവും അവസാന സമയത്താണ് നമ്മുടെ വയനാടിൽ നിന്ന് ബാക്കി കുങ്കീസിനെ കൊണ്ടുവന്നത്. നമ്മൾ 2017 ജൂലൈയിലാണ് മതികെട്ടാൻ സോറിയുടെ രാജാവായ അരിക്കൊമ്പനെ പിടികൂടാൻ മുൻപ് വനംവകുപ്പ് ശ്രമിച്ചത്. ഡോക്ടർമാരും വനംവകുപ്പ് ജീവനക്കാരും ഉൾപ്പെടെ 100ഓളം വരുന്ന സംഘം 10 ദിവസം ആനയെ നിരീക്ഷിച്ചു. തുടർന്ന് ജൂലൈ 25-ന് രാവിലെ 6-ന് മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ദൗത്യം ആരംഭിച്ചു. ഡോക്ടർ അരുൺ സക്രിയയ്ക്കും പെരിയാർ ടൈഗർ റിസർവിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ അബ്ദുൾ ഫത്തയ്ക്കുമായിരുന്നു മയക്കുവെടി ഉതിർക്കുന്നതിനുള്ള ചുമതല. 3 തവണ ശ്രമിച്ചാണ് അനുയോജ്യമായ സ്ഥലത്തെത്തിച്ച് ആദ്യ മയക്കുവെടി ഉതിർത്തത്. അരിക്കൊമ്പൻ കുറച്ചുനേരം മയങ്ങി നിന്നെങ്കിലും പിന്നീട് ഓടി. സന്ധ്യ മയങ്ങിയതോടെ ആദ്യ ദിനത്തിലെ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് മയക്കുവെടി വെച്ചായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ചിന്നക്കനാൽ ഡാമിന് മുകളിലുള്ള സ്ഥലത്താണ് മയക്കുവെടി വെച്ച്. അന്ന് ആന മയങ്ങി കിട്ടിയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയതിനാൽ അന്ന് നമ്മൾ ആ ഓപ്പറേഷൻ അവിടെ വെച്ച് നിർത്തുകയായിരുന്നു. രാത്രി വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ച് ആന കിലോമീറ്ററുകൾ നടന്നു. 2ാം ദിനത്തിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സിമന്റ് പാലത്തും സമീപ മേഖലകളിലും വെച്ച് മയക്കുവെടികൾ വെച്ചു. ആന കുറച്ചുനേരം മയങ്ങി നിന്നെങ്കിലും മലമുകളിലേക്ക് കയറിയതിനാൽ പിടികൂടുക എന്നത് അസാധ്യമായി.
തമിഴ്നാട് മുതുമലയിൽ നിന്നെത്തിച്ച കരീം, വെങ്കിടേഷ് എന്നീ കുങ്കിയാനകളാണ് പ്രധാനമായും ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിൽ കയറ്റാൻ സാധിക്കാതെ വന്നതോടെ റേഡിയോ കോളർ ഘടിപ്പിക്കാൻ ശ്രമം നടന്നു. എന്നാൽ കുങ്കിയാനയായ കരീമിനോട് അരിക്കൊമ്പൻ സഹകരിക്കാതെ വന്നതോടെ അതും ഉപേക്ഷിച്ചു. ആനക്യാമ്പിൽ നിന്നെത്തിയ പാപ്പാൻ കൊമ്പന്റെ കാലിൽ വടം ബന്ധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. തുടർന്ന് വനവകുപ്പ് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. മൂന്നാർ ഏരിയ അറിയാമല്ലോ, കൂടുതലും ഹില്ലി ഏരിയയാണ്. അപ്പം നമ്മൾക്ക് ആനയെ എവിടെ വെച്ച് സേഫായിട്ട് നമുക്ക് ആനയെ കാണുന്ന സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെച്ചാലും ആന ആ സമയം തന്നെ ഓടിക്കളയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആന അടുത്ത് പോയി പിന്നെ എവിടെ പോയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസം ആനയിറകലിലെത്തി വെള്ളം കുടിച്ച് അരിക്കൊമ്പൻ കാട് കയറി. കഴിഞ്ഞ തവണ ആനയെ പിന്തുടർന്ന് വെടിവെക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇത്തവണ ബലഹീനതകൾ മനസ്സിലാക്കി സിമന്റ് ഭാരതേക്ക് ആകർഷിക്കാനുള്ള വനവകുപ്പിന്റെ ശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് അന്ന് ദൗത്യത്തിൽ പങ്കാളിയായ ഡോക്ടർ അബ്ദുൾ ഫത്തയുടെ വിലയിരുത്തൽ. തേടിച്ചെന്ന് മയക്കുവെടി വെക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഒരു ആനയെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്ത്, ആനയെ അരിയും അതുപോലത്തെ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളെല്ലാം കൊടുത്ത് നമ്മളെ ആനയെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ടെറൈനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് മയക്കുവെടി വെക്കുകയാണെങ്കിൽ നമുക്ക് മയങ്ങി കിട്ടുന്ന സ്ഥലം റോഡ് ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണെങ്കിൽ എളുപ്പം തന്നെ ആനയെ കുങ്കീസിൻ്റെ സഹായത്തോടുകൂടി ലോറിയിൽ കയറ്റി കോർണാടേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ കുങ്കിയാന കരീമും കൂട്ടാളികളും പരാജയപ്പെട്ടെടുത്ത് കേരളത്തിന്റെ സ്വന്തം കോന്നി സുരേന്ദ്രനും സംഘവും അരിക്കൊമ്പന്റെ ചെറുത്തുനിൽപ്പുകളെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. അപ്പോൾ 2017 അരിക്കൊമ്പനെ പിടിക്കാൻ വേണ്ടി ദൗത്യസംഘം തയ്യാറായി. 2 ദിവസം മയക്കുവെടി വെക്കുന്ന സാഹചര്യമുണ്ടായി. 5 പ്രാവശ്യം മയക്കുവെടി വെച്ച്, പക്ഷെ അരിക്കൊമ്പൻ വീണില്ല. അരിക്കൊമ്പൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. നമ്മള് ഇടുക്കിക്ക് പുറത്തുള്ളവരൊക്കെ അരിക്കൊമ്പനെ കുറിച്ച് കേൾക്കുന്നത് ഈ സമീപ നാളുകളിലാണ്. പക്ഷേ അവിടെയുള്ളവരെ ഇന്നലെ നമ്മുടെ MS അനീഷ് കുമാറിനോടൊക്കെ അവിടെ പ്രതികരിക്കുമ്പോൾ കാണുമ്പോൾ അവർക്ക് അരിക്കൊമ്പനെ കുറിച്ച് പറയാൻ നിരവധി കഥയുണ്ട്. കാരണം അവർ കുറേ വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പം കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവരിത്ര രോഷപ്രകടനം നടത്തുന്നതിൻ്റെയും കാരണം അതാണ്. കാരണം അത്രമേൽ അവർ അരിക്കൊമ്പൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതാണ് അതിൻ്റെ സാഹചര്യം. എന്തായാലും അരിക്കൊമ്പന് നേരത്തെ മുമ്പും പലവട്ടം അതിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അതിൻ്റെ ഒരു വ്യത്യസ്തമായ അന്നത്തെ ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ അന്ന് ശ്രമം നടത്തിയത് വനമേഖല ഉൾപ്പെടെയുള്ള മേഖലയിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ അരിക്കൊമ്പനെ കൂട്ടിലാക്കാൻ തന്നെയാണ് RRT സംഘത്തിന്റെ നീക്കം. കാരണം സിമന്റ് പാലത്ത് വെച്ച് താൽക്കാലിക റേഷൻ കടയെ ഒരുക്കി അരിക്കൊമ്പനെ അങ്ങോട്ടേക്ക് ആകർഷിച്ച് മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലാണ്. സ്വാഭാവികമായും അത് വിജയിക്കുമെന്ന് തന്നെയാണ് അന്ന് മയക്കുവെടി വെച്ച ഡോക്ടർ അബ്ദുൾ ഫത്തയും വ്യക്തമാക്കുന്നത്. നമ്മളിനി മറ്റൊരു വിശേഷത്തിലേക്കാണ് പോകുന്നത്. മലപ്പുറത്തേക്കാണ്. തീർച്ചയായും 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറ കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ ക്യാമറയുടെ വിശേഷങ്ങളാണ്. ഫോട്ടോഗ്രാഫി ഇന്നത്തെ പോലെ വികസിക്കാത്ത കാലത്ത് വിസ്മയം തീർത്ത മാമിയ RB 67 ആണ് എന്ന് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ദാസൻ വാണിയമ്പലം എന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അത് സൂക്ഷിപ്പുകാരൻ. നമുക്ക് അദ്ദേഹത്തെ കൂടി ഈ വാർത്തയിലൂടെ പരിചയപ്പെടാം. ഇത് കൊഡാക്ക് കമ്പനി ഇറക്കിയ ആദ്യത്തെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇറക്കിയൊരു ക്യാമറയാണ്. ഇത് ഒരു 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ക്യാമറയ്ക്ക്. ഇത് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ക്യാമറയാണ്. ഇത് പണ്ട് കാലത്ത് നിക്കോൺ ക്യാമറകൾക്കാണ് ഭയങ്കര പേരുണ്ടായിരുന്നു. നിക്കോൺ ക്യാമറ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇതിൻ്റെ അന്ന് കമ്പനി വില 125 രൂപയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചത് ഇതേപോലത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ 50 രൂപയ്ക്ക്. ഈ ക്യാമറ ഒന്നുണ്ടായാൽ ഒരു സ്റ്റുഡിയോയിൽ ഒന്നുണ്ടായാൽ മതി. കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും 35ഉം എല്ലാം പോളറൈഡ് വരെ ഇതിൽ ലോഡ് ചെയ്യുക. അതിൻ്റെ ബാക്ക് വാങ്ങിക്കാൻ കിട്ടും. ആദ്യമായിട്ട് ഫിലിം ക്യാമറയിൽ AF ക്യാമറകളെ ഇറങ്ങിയത് ഈ മോഡലാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും അന്ന് ലേറ്റസ്റ്റ് ആയി ഇറക്കിയ പോളറൈഡ് ക്യാമറയാണ്. ഇത് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വാങ്ങിച്ചത്. അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ ഇതിലെ വരും. വെറുതെ ഒരു 30 സെക്കൻഡിനെ കൊണ്ട് ഫോട്ടോ ആവും. ഫോട്ടോഗ്രാഫി ഒരു മൊബൈൽ ക്ലിക്കിൽ ഒതുങ്ങുന്ന കാലത്തിരുന്ന് ദാസൻ വാണിയമ്പലം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെയും ഫിലിം റോളുകളെയും അന്നത്തെ ഏറ്റവും മികച്ച ക്യാമറകളെയും ഓർത്തെടുക്കുകയാണ്. വാണിയമ്പലത്തെ റോഡരികിലെ രാജേഷ് സ്റ്റുഡിയോയിൽ ചെന്നാൽ ഒരു കാലഘട്ടത്തെ ഫ്രെയിമിലാക്കിയവരെല്ലാം ഒരു ഫ്രെയിമിൽ കാണാം. ദാസൻ വാണിയമ്പലം അത്രയേറെ പ്രിയത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇവരെയെല്ലാം. ദാസൻ പറയുകയാണ്, ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിൽ കാണാൻ പോലും കഴിയാത്ത പൊയ്പോയ ഒരു കാലത്തെ പറ്റിയും അന്നത്തെ ഫോട്ടോഗ്രാഫിയെ പറ്റിയും. ക്യാമറ കണ്ടുപിടിച്ചിട്ട് തന്നെ 10-200 വർഷം ആകുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ആദ്യം
ഈ ഫിലിമിന് ബദൽ ഗ്ലാസ്സിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് വീണ് പൊട്ടിപ്പോയാൽ പിന്നെ ആ പടം കിട്ടില്ല. അങ്ങനെ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഫിലിമിലേക്ക് വന്നു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം വന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണ് ഇപ്പോഴെന്ന് വെച്ചാൽ ഇതിൽ ഇത്രയും ആൾക്കാരെ കടന്നുകയറ്റം ഉണ്ടാവില്ലായിരുന്നു. കാരണം അതിന് ഡാർക്ക് റൂം വേണം, കെമിക്കലുകൾ വേണം, അതൊക്കെ നമ്മൾ സ്വയം കൂട്ടുകയാണ്. ക്വാളിറ്റി സത്യം പറഞ്ഞാൽ കുറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം പല പിക്സൽ കുറഞ്ഞ ക്യാമറകളിലും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വലുതാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു ഫിലിമിൽ ഒരു ഫോട്ടോ ശരിക്കും കിട്ടുകയാണെങ്കിൽ എത്രയും വലുതാക്കാം. ഒരു 35 ഫിലിമാണ് നമ്മൾ സിനിമയിലൊക്കെ എത്ര വലുതായിട്ടാണ് കാണുന്നത്, അതിൻ്റെ എത്ര 10,000 ഇരട്ടി വലുപ്പത്തിൽ. പക്ഷെ അത്ര ഡിജിറ്റൽ ക്യാമറയിൽ വരില്ല, ഫിലിം കിട്ടാനില്ല. ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് ഒരു റോളിന് 1,500 രൂപ 2,000 രൂപയൊക്കെയാണ്. 125 രൂപയുള്ളായിരുന്നു. അതിനിപ്പോൾ ഓൺലൈന് 1,600 കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. എവിടുന്ന് വാഷ് ചെയ്യപ്പോൾ ഹൈദരാബാദിലുള്ള ഫിലിം സിറ്റിയിൽ മാത്രമേ ഫിലിം വാഷ് ചെയ്യുന്നുള്ളൂ. പഴയ ക്യാമറകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധാരണ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ അല്ല ഇദ്ദേഹം. നാട്ടിലെ എണ്ണം പറഞ്ഞ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ കൂടിയാണ്. ഇക്കാലത്തിനിടെ ഇദ്ദേഹം പോകാത്ത കാടുകളില്ല, പകർത്താത്ത വന്യജീവികളുമില്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഞാനൊരു 15 വർഷം കഴിഞ്ഞു. ഞാൻ അധികം യാത്ര ചെയ്യുന്നത് ഈ ബൈക്കിലാണ്. തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിലും ബൈക്കിലാണ് ഞാൻ അധികം യാത്ര ചെയ്യുന്നത്. എനിക്ക് കാരണം എല്ലാവരും കല്യാണ ഫോട്ടോ ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് നടന്നപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചാൽ എന്താണ് എന്നുള്ള ഒരു തോന്നലുണ്ടായതിൻ്റെ പേരിലാണ് ഇങ്ങനെ വൈൽഡ് ലൈഫിലേക്ക് നീങ്ങിയത്. കാടിനെയും ജീവികളെയും ഇത്രയേറെ പകർത്തിയ ഈ ഫോട്ടോഗ്രാഫർ പക്ഷേ ഒന്നു മാത്രം ചെയ്യാറില്ല, കച്ചവടം. അത് ഇദ്ദേഹത്തിന് അറിയില്ല. വിൽക്കുന്ന അത്ര ഇഷ്ടമല്ല. പക്ഷെ പലരും ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വെറുതെ നമ്മളൊരു ഫോട്ടോ അടിച്ചു കൊടുക്കുക എന്നല്ലാതെ പൈസക്കായിട്ട് അത്ര ഇതില്ല. ഒരിക്കൽ നാവിൽ പിടിമുറുക്കിയ ക്യാൻസറിനെ ചെറുത്തു തോൽപ്പിച്ച പോരാളി കൂടിയാണ് ദാസൻ വാണിയമ്പലം. അതിജീവന പോരാട്ടക്കാലത്ത് ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹമെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ദാസന് പറയാൻ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറിനോട് ചോദിച്ചു, ഒന്നിങ്ങനെ ശരിയായപ്പോൾ ദാസൻ എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കാട്ടിൽ പോയാൽ തിരക്കില്ലാന്നുണ്ട്, അപ്പോൾ അതിന് പോകാൻ പറ്റുമോ ചോദിച്ചു. അപ്പം എന്നോട് ഡോക്ടർ ധൈര്യമായിട്ട് നീ പോയിക്കോ, എവിടെ വേണമെങ്കിലും പോയേക്ക്. അവനാൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. മൊബൈലിൽ എടുത്ത് എഡിറ്റിംഗ് ആപ്പുകളിലെ മായാജാലം കൊണ്ട് വിസ്മയം തീർക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും സാധിക്കും. എന്നാൽ ദാസൻ വാണിയമ്പലത്തെ പോലെ ഫോട്ടോഗ്രാഫിയെ ജീവശ്വാസമാക്കുക വർത്തമാനകാലത്ത് എളുപ്പമല്ല. അതുകൊണ്ടെല്ലാം നമുക്ക് പറയാം, എല്ലാ അർത്ഥത്തിലും ദാസൻ വാണിയമ്പലം ഒരു വേറിട്ട ഫോട്ടോഗ്രാഫറാണെന്ന്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, News 18. നമ്മൾ കണ്ടത് എന്തായാലും മന്ത്രിയും MLA-യും MP-യും ഒക്കെ പാലാപ്പള്ളിക്കൊപ്പം ചുവടുവെച്ചു. ആലപ്പുഴയിലാണ് സംഭവം. യുവപ്രതിഭ പുരസ്കാര ചടങ്ങിലാണ് ഈ കൗതുകമുയർത്തുന്ന രസകരമായ കാഴ്ച നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്ന പത്രവിശേഷങ്ങളിലേക്കാണ്. പത്രവിശേഷങ്ങളുമായി VS കൃഷ്ണരാജ് അവിടെ റെഡിയാണ്. സ്വാഭാവികമായും ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം പ്രധാന വാർത്ത രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. രൂക്ഷ വിമർശനമാണ് കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചത്. അതുതന്നെയായിരിക്കും സ്വാഭാവികമായും എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്ത. ഒപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, സൺഡേ സപ്ലിമെന്റ്സ് എല്ലാ പത്രത്തിനുണ്ടാവും. അവരുടേതായ വിശേഷങ്ങൾ അവരും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും അല്ലേ? എന്തായാലും സമഗ്ര ഒരു ചിത്രമായിരിക്കാം കൃഷ്ണരാജ് പങ്കുവെക്കുന്നത്. എന്താണ് കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. ഈ പൊതുവിൽ രഞ്ജിനി സൂചിപ്പിച്ച പോലെ രാഹുൽ വാർത്തയടക്കം മുഖ്യ പേജുകളിൽ ഇടം പിടിക്കുന്ന ഒരു പൊതുരീതിയാണോ ഇന്നും പത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നവർ ഉള്ളടക്കം? ഗുഡ് മോർണിംഗ് രഞ്ജിനി, സജിത്. തീർച്ചയായും രാഗമയമാണ് ഇന്നത്തെ മലയാള ദിനപത്രങ്ങളുടെ തലക്കെട്ടുകളടക്കം ഉൾപേജുകളിൽ അടക്കം ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. കൂടുതൽ കക്ഷികൾ പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തിലേക്ക് വരുന്നു. കോൺഗ്രസിൻ്റെ തുടർ പ്രക്ഷോഭ പരിപാടികൾ, രാഹുലിൻ്റെ ഇന്നലത്തെ വാർത്താസമ്മേളനം, ഇതൊക്കെ തന്നെയാണ് സജീവമായി ഇന്നത്തെ പത്രങ്ങളെ നിലനിർത്തുന്നത്. നമുക്ക് പത്രം 18ലേക്ക് പോകാം. സ്വാഗതം. മനോരമയിൽ തന്നെ തുടങ്ങാം. അവരുടെ മുഖപ്പേജിൽ ജയിലിൽ അടച്ചാലും പിന്നോട്ടില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനത്തിലെ വളരെ ശ്രദ്ധേയമായ വാക്ക് തന്നെയാണ് തലക്കെട്ടായി വരുന്നത്.
മോദിയുടെ കണ്ണുകളിൽ ഭയമാണ്. അയോഗ്യനാക്കിയത് അദാനിയെക്കുറിച്ച് മിണ്ടാതിരിക്കാനാണ്. എൻ്റെ പേര് സവർക്കർ എന്നല്ല, ഗാന്ധി എന്നാണ്. ഗാന്ധി ഒരിക്കലും മാപ്പ് പറയില്ല. ആ 20,000 കോടി ആരുടേത് എന്ന ചോദ്യവും ഉയർത്തുന്നു മുഖപേജിൽ. ജയിലിലടച്ചാലും ആജീവനാന്തം അയോഗ്യനാക്കിയാലും ഞാൻ പോരാട്ടം തുടരും. BJPക്കെതിരായ പോരാട്ടത്തിൽ ഒരിഞ്ച് പിന്നോട്ടില്ല. അതായത് അദാനിയെക്കുറിച്ച് ഞാൻ ഇനി എന്താണ് പറയുക എന്ന് ഓർത്ത് മോദി ഭയത്തിലാണ് എന്നുകൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഈ സർക്കാരിന് രാജ്യമെന്നാൽ അദാനിയാണ്, അദാനി എന്നാൽ രാജ്യവുമാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുന്ന വാർത്താസമ്മേളനം 1-ാം പേജിൽ സജീവ വാർത്തയായി നിലനിൽക്കുന്നുണ്ട്. ഉള്ളിലേക്ക് പോയാൽ തൊഴിലുറപ്പ് ദിവസവേതനം 333 രൂപയാക്കിയെന്നതും മലയാള മനോരമയുടെ മുഖപ്പേജിൽ തന്നെയുള്ള വാർത്തയാണ്. അതായത് 311 രൂപയായിരുന്നു ഇവിടെ തൊഴിലുറപ്പിന് നൽകിക്കൊണ്ടിരുന്നത്. അതിൽ 22 രൂപയുടെ വർധനവ് ഉണ്ടായിരിക്കുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മിനിമം ദിവസവേതനമാണ് 333 രൂപയാക്കിയത്. കേന്ദ്രം ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറക്കി. 22 രൂപ കേരളത്തിൽ വർധന. ഹരിയാനയിലാണ് ഉയർന്ന വേതനം 357. അവിടെയാണ് ഇന്നലെ ഏറ്റവും അധികം തുക ഉയർത്തിയതും 26 രൂപ എന്ന് തുടങ്ങുന്നു ആ വാർത്ത. മറ്റൊന്ന് വളരെ രസകരമായൊരു വാർത്ത മുഖപേജിൽ വളരെ പ്രാധാന്യത്തോടെ മനോരമ നൽകിയിട്ടുണ്ട്. 4-ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിൽ മെസ്സിയെക്കുറിച്ച് എഴുതാൻ ചില സൂചനകൾ നൽകുന്നു കുട്ടികൾക്ക്. അതിൽ നിന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കണം. അതിൽ ഒരു മിടുക്കിക്കുട്ടി അവളുടെ മനസ്സിലെ നിഷ്കളങ്കത വരികളായി പ്രകടിപ്പിച്ചു ഉത്തര പേജിൽ. അതിൽ എഴുതുന്നത് എങ്ങനെയാണ്? മെസ്സിയെക്കുറിച്ചാണ് എഴുതേണ്ടത്, പക്ഷേ മെസ്സിയെക്കുറിച്ച് ഞാൻ എഴുതൂല. ഞാൻ ബ്രസീൽ ഫാനാണ്, എനിക്ക് നെയ്മറിനെയാണ് ഇഷ്ടം, മെസ്സിയെ ഇഷ്ടമല്ല. 4 വരികളേ ഉള്ളൂ. പക്ഷേ എത്ര മനോഹരമാണ് ആ കുട്ടിയുടെ ഉള്ളിലെ നിഷ്കളങ്കത, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറയാനുള്ളത് അവതരിപ്പിച്ചത്. അതിലും രസകരമെന്ന് പറഞ്ഞാൽ 6 ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 5 എണ്ണത്തിന് ഈ മിടുക്കിക്കുട്ടി അവൾ തിരൂർ പുതുപ്പള്ളി ശാസ്ത ALP സ്കൂളിലെ റിസ ഫാത്തിമയാണ്. അവൾ 5 ചോദ്യത്തിന് ഉത്തരം എഴുതി. 6ാമത്തേതിന് എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എങ്കിലും തൻ്റെ അഭിപ്രായം പറയാനുള്ള വേദി അവൾ ഉപയോഗപ്പെടുത്തുന്നു. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ ഇതാണ്. പ്രതിഷേധിക്കേണ്ട അവസരങ്ങളിൽ പ്രതിഷേധിക്കുക, ചോദ്യം ചെയ്യുക, പറയേണ്ടിടത്ത് ഉറക്കെ പറയുക. അത് ആ കുട്ടി പ്രയോജനപ്പെടുത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലയ്ക്ക് കൂടി അതിനെ കാണണം. മറ്റൊരു കുട്ടി നിലമ്പൂർ തണ്ണിക്കടവ് AUP സ്കൂളിലേക്ക് ഷാനിദാണ്. ഷാനിദ് അനുബന്ധമായി ഇത്ര കൂടി എഴുതി ചേർത്തു എന്നാണ്. അതായത് മെസ്സി നെയ്മറിൻ്റെ ഉറ്റ സുഹൃത്തൊക്കെയാണ്, പക്ഷെ അതവിടെ നിൽക്കട്ടെ. എനിക്ക് നെയ്മറിൻ്റെ 7 അയലത്ത് പക്ഷെ മെസ്സി എത്തൂല. വെറുതെ നെയ്മർ ഫാൻസിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഒട്ടും പോരെ മെസ്സി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ കുട്ടി. അങ്ങനെ വളരെ രസകരവും എന്നാൽ ആകർഷണീയവുമായ രീതിയിൽ മെസ്സിയെക്കുറിച്ച് ഞാൻ എഴുതൂല എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഉൾപേജിലേക്ക് പോയാൽ അമൃത്പാൽ സിംഗ് സന്യാസി വേഷത്തിൽ ഡൽഹിയിലുണ്ട്. 7 ഫോട്ടോകൾ പോലീസ് പുറത്തുവിട്ടു. ജാക്കറ്റും പാൻസും ധരിച്ച ദൃശ്യങ്ങളുമുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചും വാഷിംഗ്ടണിൽ അടക്കം ഖലിസ്ഥാൻ അനുകൂലികൾ കഴിഞ്ഞ ആഴ്ച സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തെ അപലപിച്ചും ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നതും പറയുന്നു. ഈ വാരിസ് പഞ്ചാബ് ദേ സംഘടനയുടെ നേതാവ് അമൃത്പാൽ സിംഗ് സന്യാസിയുടെ വേഷം ധരിച്ച് ഡൽഹിയിലെത്തിയതായി സംശയം. കാശ്മീരിലെ ഗേറ്റിലെ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനലിൽ ഇന്നലെ രാവിലെ ഇയാളെയും അനുയായി പപൽപ്രീത് സിംഗിനെയും കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടങ്ങി ഡൽഹി പഞ്ചാബ് പോലീസ് മേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹി പോലീസിനെ അടക്കം മുൾമുനയിൽ നിർത്തുന്ന അമൃത്പാൽ സിംഗ് സന്യാസി വേഷത്തിലെത്തി എന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അകത്തെ പേജിൽ മറ്റൊന്ന്, മോദി എത്തിയ ദിവസം സ്ഥാനാർത്ഥി പട്ടിക അംഗം കുറിച്ച് കർണാടക കോൺഗ്രസ് എന്നാണ്. കഴിഞ്ഞ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നമുക്കറിയാം. എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും ഒടുവിൽ, ചിലപ്പോഴൊക്കെ വലിയ തർക്കങ്ങൾക്കൊടുവിലാകും സീറ്റിൽ ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുക. പക്ഷേ കർണാടകയിൽ അത് വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ ചേർന്ന് വളരെ നേരത്തെ ഒരുക്കം തുടങ്ങി. ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലേക്ക് കർണാടകയിലെ കോൺഗ്രസ് മാറി. അതാകട്ടെ നരേന്ദ്രമോദി ഇന്നലെ കർണാടകയിലെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന അതേ ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുന്നു. പഴയ തട്ടകവും മകൻ്റെ സിറ്റിംഗ് സീറ്റുമായ വരുണയിൽ സിദ്ധരാമയ്യ മത്സരിക്കും. DK ശിവകുമാറും 6 സ്ത്രീകൾ, BJP വിട്ടെത്തിയ 2 നേതാക്കൾ, BJP MPയുടെ മകൻ, അങ്ങനെ 124 സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. കർണാടകയിൽ പതിവിന് വ്യത്യസ്തമായി കോൺഗ്രസിലേക്ക് BJPയിൽ നിന്നുള്ള MLA മാരടക്കം വരുന്നുണ്ട് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അതും ഈ വാർത്തയിൽ പറയുന്നുണ്ട്.
വയനാട്ടിൽ ഉദിക്കുമോ പ്രതിപക്ഷ ഐക്യം എന്ന ചോദ്യം ഉയർത്തുന്ന മനോഹരമായൊരു വിലയിരുത്തൽ വാർത്ത എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തെരുവിലിറങ്ങാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൻ്റെ ചുവടുകൂടി പിടിച്ചാണ് ഈ വാർത്ത. തെരുവിലിറങ്ങാനും ഞങ്ങൾ തയ്യാറെന്ന് പറയുന്ന അതേ CPM വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുമോ, കോൺഗ്രസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പക്ഷേ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി എങ്ങനെ ബാധിക്കും? അതായത് CPMന്റെ രാഹുൽ പിന്തുണയിൽ കോൺഗ്രസിന് സംശയമുണ്ടെന്ന വാർത്ത കൂടി ഒരു ഉപതലക്കെട്ടോടെ നൽകിയിട്ടുണ്ട്. പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് CPM ആവേശത്തോടെ പ്രഖ്യാപിക്കുന്ന ഐക്യദാർഢ്യം കേരളത്തിലെ കോൺഗ്രസ് കാണുന്നത് സംശയദൃഷ്ടിയോടെ എന്നാണ്. അതായത് രാഹുൽ അയോഗ്യനായതോടെ സ്വിച്ചിട്ട പോലെയാണ് CPM നേതാക്കൾ പിന്തുണച്ചത്. പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ തിരക്കിട്ടു നടത്തിയ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രസ്താവനകൾ. ഇത് കോൺഗ്രസിനെ സംശയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് CPMന്റെ പ്ലാൻ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അവർക്കുണ്ട്. CPMന്റെ ഈ രാഹുൽ പിന്തുണ വലിയൊരു പ്രാധാന്യത്തോടെ തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മാതൃഭൂമിയിലേക്ക് പോയാൽ മാതൃഭൂമിയുടെ മുൻപേജിലും ഇത് തന്നെയാണ് വാർത്ത. പോരാട്ടം ജനാധിപത്യത്തിന് വേണ്ടി, ജയിലിലടച്ചാലും പിന്നോട്ടില്ല. ഏകദേശം മനോരമയുടെ തന്നെ വാർത്തയുടെ തലക്കെട്ടിന് സമാനമായ രീതിയിൽ അത് രാഹുൽ പറഞ്ഞതിനെ തന്നെ എല്ലാവരും എടുത്തു കാണിക്കുന്നു എന്നതാണ് പറയേണ്ടത്. ജയിലിലടച്ചാലും പിന്നോട്ടില്ല, ജീവിതകാലം മുഴുവൻ അയോഗ്യനാക്കിയാലും ജയിലിലടച്ചാലും രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് പ്രധാന വാർത്ത. മറ്റൊന്ന്, അദാനിയുടെ കമ്പനിയിൽ 20,000 കോടി നിക്ഷേപിച്ചതാര് എന്ന ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട്. അതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ മുഖപ്പേജിലെ പ്രധാന വാർത്ത. മറ്റൊന്നൊരു മനോഹരമായ ചിത്രമാണ്, നിഷ്കളങ്കമായ മറ്റൊന്ന്. മനോരമയിൽ മുഖപ്പേജിൽ വന്നത് മെസ്സിയെക്കുറിച്ച് ഒരു കുട്ടി എഴുതിയതാണെങ്കിൽ ഇവിടെ മറ്റൊന്ന് യൂണിഫോം ചിരി. 2 കുട്ടികൾ ഒരുപോലെ ആഹ്ലാദത്തോടെ അവരുടെ ചിരി പ്രകടിപ്പിക്കുന്നത് മുഖപ്പേജിലൊരു ഫോട്ടോയായി മാറുന്നു. എറണാകുളം ഏലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, പി രാജീവ് എന്നിവരിൽ നിന്ന് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള സൗജന്യ കൈത്തറി യൂണിഫോം കിട്ടിയ കുട്ടികൾ ഗോപികൃഷ്ണനും ഹല ഫാത്തിമയും സന്തോഷം പങ്കിടുന്നു. അപ്പോൾ ചിരിക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ക്യാപ്ഷനോടെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, അയോഗ്യത യോഗ്യതയാക്കാൻ രാഹുൽ, ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ പരിപാടികൾ എന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, രാഹുൽ മയമാണ് അല്ലെങ്കിൽ രാഗമയമാണ് ഇന്നത്തെ മലയാള ദിനപത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ, ഉൾപേജിലെ വാർത്തകളൊക്കെ. ഇവിടെ തന്നെ അയോഗ്യനാക്കിയത് തനിക്കൊരു യോഗ്യതയായി മാറുന്നുവെന്ന് രാഹുൽ പ്രതീക്ഷിക്കുന്നു. അതായത് അനാവശ്യത്തിൽ ഇത്ര തിടുക്കത്തിൽ എന്തിന് രാഹുലിനെ അയോഗ്യനാക്കി എന്ന ചോദ്യം വരുന്നു. ആ ചോദ്യത്തിൻ്റെ ചുവടുപിടിച്ച് രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുക, കുറച്ചൊക്കെ സഹതാപ തരംഗം, അതിലൊക്കെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് രാഹുൽ. എന്തിന് ഇങ്ങനെ കേന്ദ്ര സർക്കാർ തനിക്കെതിരെ നീങ്ങുന്നു എന്ന ചോദ്യം ഉയർത്തുന്നു. പ്രതിപക്ഷ പിന്തുണ ഉറപ്പാക്കുന്നു. ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. അതായത് അരുണാചലിലെ പാസിഘട്ടിൽ നിന്ന് പോർബന്തറിലേക്ക് 2ാം ജോഡോ യാത്ര വേഗത്തിലാക്കാൻ ആലോചനയുണ്ട്. നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വേഗത്തിൽ 2ാം ജോഡോ യാത്ര നടത്തണം. അതായത് ജനമധ്യത്തിലേക്ക് കൂടുതൽ വളരെ വേഗത്തിൽ ഇറങ്ങിച്ചെന്ന് ഈ വിഷയത്തിൻ്റെ ചൂടാറും മുൻപേ സജീവമാകുക എന്നത് രാഹുൽ ഗാന്ധി ആലോചിക്കുന്നുണ്ട് എന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിക്ക് അപ്പീലിനായി 1 മാസത്തെ സമയമുണ്ടെങ്കിലും ഏപ്രിലിൽ കർണാടകത്തിനൊപ്പം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ്. വളരെ അടുത്തു തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അതിനൊപ്പം വയനാട് കൂടി ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ വന്നാൽ രാഹുൽ മത്സരിച്ച സീറ്റിൽ, വളരെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു സീറ്റിൽ, ആ വിജയത്തിൻ്റെ ആ സജീവത ഇപ്പോഴും നിലനിൽക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി പകരക്കാരിയായി വരുമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. കേരളത്തിൽ രാഹുലിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ, പ്രിയങ്കയുടെ വരവോടെ വീണ്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില നേട്ടങ്ങൾ ഉറപ്പിക്കാൻ അങ്ങനെ ഒരു ആലോചന നടത്തുന്നുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി മത്സരിക്കാതെ മാറി നിൽക്കുമ്പോൾ പ്രിയങ്ക മത്സരരംഗത്തുണ്ടാകും എന്നാണ്. അതായത് ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കോവിഡ് വ്യാപനം വീണ്ടും എന്ന വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നുണ്ട്. കൂടുതൽ രോഗികൾ കേരളത്തിലാണ്. മുഖാവരണം, മാസ്ക് ധരിച്ച് തുടങ്ങണം എന്ന ഉപതലക്കെട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ പട്ടികയിൽ 1ാമതാണ് കേരളം. ഉയർന്ന കോവിഡ് നിരക്ക് 26.4% കേരളത്തിലെ കോവിഡ് നിരക്ക്.
21.7 മഹാരാഷ്ട്ര, പിന്നീട് ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് അങ്ങനെ പോകുന്നു. നമുക്ക് മറക്കാതിരിക്കാം മുൻകരുതലുകൾ എന്നതാണ്. അതായത് സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ഒന്നിലധികം അസുഖമുള്ളവരും പ്രായമായവരും തിരക്കേറിയത് മോശം വായുസഞ്ചാരവുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അങ്ങനെ തുടങ്ങി ചില നിർദ്ദേശങ്ങൾ അടക്കം കോവിഡ് വ്യാപനത്തിൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു വാർത്തയായി അത് മാറുന്നു. നമുക്ക് കേരള കൗമുദിയിലേക്ക് വന്നാൽ മുഖപേജിൽ പഴയതുപോലെ തന്നെ മാതൃഭൂമിക്കും മനോരമയ്ക്കും സമാനമായ തലക്കെട്ട് തന്നെ. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രസക്തമായത് അടർത്തിയെടുത്ത് എല്ലാവരും തലക്കെട്ടായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മോദി അദാനി ബന്ധത്തെക്കുറിച്ച് ഇനിയും ചോദിക്കും, ഉറക്കെ ചോദിക്കും എന്ന വാർത്തയാണ്. മാപ്പു പറയാൻ ഞാൻ സവർക്കറല്ല എന്ന് രാഹുൽ പറയുന്നു. ഗാന്ധിയാണ് ഞാൻ, ഗാന്ധി മാപ്പ് പറയാറില്ല. രാഹുൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഏക്നാഥ് ഷിൻഡെ പറഞ്ഞതും OBC കാർഡ് ഇറക്കുന്നു BJP എന്നതും ജയിലിനെ പേടിയില്ലെന്ന് രാഹുൽ പറഞ്ഞതും ആ വാർത്തയിൽ ഉണ്ട്. മുഖപേജിലെ മറ്റൊരു വാർത്ത 36 ഉപഗ്രഹങ്ങൾ കൂടി ഇന്ന് ഇന്ത്യ വിക്ഷേപിക്കും എന്നതാണ്. അതായത് ലോകത്തെ മികച്ച ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കവറേജിനായി ബ്രിട്ടനിലെ വൺ വെബ് നെറ്റ്വർക്ക് ആക്സസ് അസോസിയേറ്റ്സ് വിന്യസിക്കുന്ന ഉപഗ്രഹ ശൃംഖലയിലേക്കുള്ള 36 ഉപഗ്രഹങ്ങൾ കൂടി ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. ഇത് ഇന്ത്യക്കും നേട്ടമാണ് എന്ന് ഈ വാർത്തയിൽ പറയുന്നു. നിലവിൽ ഉപഗ്രഹങ്ങളിൽ നിന്ന് ടവറുകളിലേക്കും അവയിൽ നിന്ന് റിലേ കേന്ദ്രങ്ങൾ വഴിയുമാണ് മൊബൈലിലും കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റ് എത്തുന്നത്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അതിവേഗ ഇൻ്റർനെറ്റ് ഡിജിറ്റൽ പരിഷ്കാരങ്ങൾക്ക് കുതിപ്പ് പകരുന്നതാണ് ഈ 36 ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം എന്നീ വാർത്തയിൽ പറയുന്നു. മറ്റൊന്ന്, സംസ്ഥാന അവാർഡിന് 154 സിനിമകൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കുഞ്ചാക്കോ ബോബൻ്റെയും അടക്കം 154 സിനിമകൾ പ്രാഥമിക പരിഗണനയിലേക്ക് വരുന്നു. ഇത് ജൂറി സിനിമ കണ്ട് കുഴയും എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തു മയക്കം, ഭീഷ്മപർവം, റോഷാക്ക്, പുഴു, മോഹൻലാലിൻ്റെ ബ്രോഡാഡി, 12th മാൻ, എലോൺ, മോൺസ്റ്റർ, പൃഥ്വിരാജിൻ്റെ ജനഗണമന, കടുവ അങ്ങനെ തുടങ്ങുന്ന ഒരുപിടി ചിത്രങ്ങൾ. എന്നാൽ താൻ കേസുകൂട് എന്ന കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയും അതിലേക്ക് വരുന്നുണ്ട്. ദേശാഭിമാനിയുടെ മുഖപേജിലും രാഹുലിന് അനുകൂലമായ, രാഹുലിനോട് ചേർന്ന് നിൽക്കുന്ന വാർത്ത തന്നെയാണ്. പ്രതിഷേധം കത്തുന്നു, ജനാധിപത്യം അപകടത്തിൽ. പ്രതിപക്ഷ പാർട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ തെരുവിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ചത് BJPക്ക് തിരിച്ചടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന യെച്ചൂരിയുടെ വാക്കുകളും അതിനകത്തുണ്ട്. അദാനി മോദി ബന്ധം തുറന്നു കാട്ടിയതുകൊണ്ടാണ് തന്നെ അയോഗ്യനാക്കിയതെന്ന വാർത്ത കുറച്ച് ചെറുതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ജനാധിപത്യം അപകടത്തിലാണ് എന്ന ആംഗിളിലേക്ക് ഈ സംഭവത്തെ, രാഹുലിനെ അയോഗ്യനാക്കിയ സംഭവത്തെ സജീവമാക്കാനാണ് CPMൻ്റെ ആലോചന എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പ്രതിപക്ഷ ഐക്യം അനിവാര്യമാണ് എന്നതും അതിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിൽ സജീവമായുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം, CPMൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ, പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം, അവർ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കുന്നത് ഒക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. മറ്റൊന്ന്, കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് പോകുന്നു. എല്ലായിടത്തും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനം, സത്യഗ്രഹം സംഘടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ വാർത്തകളും സജീവമായുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇന്നലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യയുടെ വനിതകൾ നേടിയിരുന്നു. അഭിമാന വാർത്തയും ഉണ്ട്. അങ്ങനെ നിരവധി വാർത്തകളാൽ സമ്പുഷ്ടമാണ് ഇന്നത്തെ മലയാള ദിനപത്രങ്ങൾ. നമുക്ക് ഇന്നത്തെ പത്രം 18 ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും രഞ്ജിത്തിലേക്കും രഞ്ജിനിയിലേക്കും സജിത്തിലേക്കും പോകാം. രഞ്ജിനി, സജിത്ത്. അപ്പം സമഗ്രമായ ഒരു പത്രത്തിൻ്റെ ഉള്ളടക്കമാണ് ഇന്ന് കൃഷ്ണരാജ് പങ്കുവച്ചത്. ഒരുപക്ഷെ ഇന്ന് പത്രം വായിക്കാൻ ആരും മെനക്കെടേണ്ടതില്ലായിരുന്നു. കൃഷ്ണരാജിൻ്റെ പത്രം വിശേഷം, പത്ര അവലോകനം കണ്ടാൽ മാത്രം മതി. അത്ര സമഗ്രമായി തന്നെ സമയമെടുത്തുകൊണ്ട് തന്നെ കൃഷ്ണരാജ് ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഉള്ളടക്കത്തെ വിശദമായി തന്നെ അപഗ്രഥിച്ചിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ഇനിയും നിരവധി വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടേതായ വാർത്തകളുണ്ട്, അതിൻ്റെതായ ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തകളിലേക്ക് അടക്കം മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം.
യെസ്, നമ്മൾ പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. ഞങ്ങളിവിടെ മ്യൂസിയത്തിനകത്താണ്. ഞായറാഴ്ചത്തെ മ്യൂസിയം കാഴ്ചകളുടെ ഒക്കെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും കൂടുതൽ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് CPM നേതാവ് PK ശശിക്കെതിരെ കൂടുതൽ സഹകരണ ബാങ്ക് ഭരണസമിതികൾ രംഗത്തിറങ്ങുന്നുവെന്ന വാർത്തയാണ്. PK ശശിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് മണ്ണാർക്കാട്ടെ കോളേജിൽ നടത്തിയ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. PK ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓഹരികൾ പിൻവലിക്കാൻ കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള മറ്റു ബാങ്കുകളും സമാന നടപടിക്കൊരുങ്ങുന്നത്. അലനല്ലൂർ സർവീസ് അർബൻ ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ ബാങ്ക്, മണ്ണാർക്കാട് എംപ്ലോയീസ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഈ കോളേജിൽ കോടികളുടെ നിക്ഷേപങ്ങൾ നടത്തിയത്. പാർട്ടി അനുമതിയില്ലാതിരുന്നിട്ടും PK ശശി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ ഓഹരികൾ എടുത്തത്. ഓഹരികൾ പിൻവലിക്കാൻ PK ശശിക്ക് പിന്തുണയുള്ള ഭരണസമിതികൾ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം. സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കോളേജിന്റെ നിലനിൽപ്പിനായി വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യാനും ബാങ്കുകൾ പണം നൽകിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 3 വർഷത്തേക്ക് 40,000 രൂപ വീതമാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ചെറുകിട ക്രെഡിറ്റ് സൊസൈറ്റികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പിൻവലിക്കാനാണ് നിർദ്ദേശം. പാർട്ടി അനുമതിയില്ലാതെ ഇത്തരം ഇടപെടലുകൾ നടത്തിയ PK ശശിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 പാലക്കാട്. തലസ്ഥാനത്തെ സ്കൂളുകളിൽ ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ ക്യാരിയറാക്കുക മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ലഹരി കൈമാറ്റത്തിന് കാരിയർമാരായി പെൺകുട്ടികൾ. കുറെ കമ്പനികളുണ്ട്. മുക്കിലും മൂലയിലും ആയിട്ട് കുറെ ചേട്ടന്മാരുണ്ട്. ബൈക്കിൽ വരും പോവും. ചെറിയ ചേട്ടന്മാരൊക്കെ കാറിൽ വരും. ഇവിളമാർ കയറി പോവും. ബാഗിലല്ല വെക്കാൻ ഏറ്റവും കൂടുതൽ. ഒരു പെൺകുട്ടിക്ക് പ്രൈവസി ആയിട്ട് കുറച്ച് പാർട്സ് ഉണ്ട്. അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ്. കാരണം അവിടെ ആരും ചെക്ക് ചെയ്യാറില്ല. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു. കുട്ടികൾ ബോധപൂർവം ചെന്ന് പെടുന്നതല്ല, ഒരു കുരുക്കിൽപ്പെടുത്തുകയാണ്. ന്യൂസ് 18 വന്ന വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ പുറകെ ആലോചന നടത്തുന്നു. ലഹരി വ്യാപനം തടയണം. എന്തു വില കൊടുത്തും ലഹരി മാഫിയയെ തുടച്ചു നീക്കണം. ശരിതെറ്റുകൾ തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന കൗമാര മനസ്സുകൾ എന്നും മയക്കുമരുന്ന് മാഫിയയുടെ പ്രത്യേക ടാർഗറ്റ് തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിനപ്പുറം മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയും അനിവാര്യമാണ്. സമൂഹത്തിലെ തെറ്റുകൾ തുറന്നു കാട്ടാൻ ജാഗ്രതയോടെ ഞങ്ങളുണ്ടാകും. ന്യൂസ് 18 എന്നും ജനപക്ഷത്ത്. യെസ്, നമ്മൾ മടങ്ങി വരുമ്പോൾ ന്യൂസ് 18 നടത്തിയ ഒരു മാധ്യമ ഇടപെടലിന്റെ തുടർ വാർത്തകളിലേക്കാണ് പോകുന്നത്. നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാരിയർമാരാക്കിക്കൊണ്ട് ലഹരി മാഫിയ സമൂഹത്തിൽ നടത്തുന്ന ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് തുടർച്ചയായി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണവും നമുക്ക് ലഭ്യമായിരുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ആണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ന്യൂസ് 18 പ്രതികരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കാരിയർമാരാക്കുന്ന ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ സ്കൂളുകളിലെ പരിസരങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കും. ഷാഡോ പോലീസിനെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ നിരീക്ഷണത്തിന് ഏർപ്പെടുത്തും. വിഷയം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ന്യൂസ് 18 പ്രതികരിച്ചു. യൂഷ്വലി നമ്മുടെ ഈ സ്കൂൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ ഈ ഫോൺ മുഖാന്തരമാണ് ഇവർ കോൺടാക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പോൾ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ നമ്മുടെ ഓഫീസേഴ്സ് പങ്കെടുത്തിട്ട് ഈ മൊബൈൽ ഫോൺസിൻ്റെ അബ്യൂസ്, മൊബൈൽ ഫോൺസ് അത്യാവശ്യമാണ്, ഇൻ്റർനെറ്റ് യൂസേജ് അത്യാവശ്യമാണ്. മൊബൈൽ ഫോൺസിൻ്റെ യൂസേജ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് ക്രിയേഷൻ നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് വഴി ചെയ്യാൻ പോവുകയാണ്. ഒന്ന്. രണ്ടാമത് എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ
നമ്മുടെ ഷാഡോ പോലീസ് ഉണ്ട്. ഷാഡോ പോലീസിൻ്റെ വെഹിക്കിൾ ചെക്കിംഗ് ഉണ്ടാവും. ഈ സ്കൂൾസിൻ്റെ ചുറ്റുപാട്ടുള്ള ബൈ റോഡ്സിലാണ് ഈ പ്രശ്നങ്ങൾ. വല്ലപ്പോഴും നമ്മുടെ CRVs അല്ലെങ്കിൽ പിങ്ക് പെട്രോൾസ് ഈ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഇവരെ അവിടെ നോക്കി നിൽക്കുന്ന പയ്യന്മാരുണ്ടാവും. ബൈക്സിൽ വന്ന കാർസിൽ വരുന്ന പയ്യന്മാരുണ്ട്. അവർ ഈ പ്രേമം നടിച്ചൊക്കെ വന്ന് ഇവരോട് സംസാരിക്കുക. പിന്നീട് ഒരു ഡ്രഗ് പെഡ്ലിങ്ങിലോട്ട് പോകാനുള്ള ഒരു പ്രവണത ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഈ ബൈ റോഡ്സിലെ നമ്മുടെ ഷാഡോ പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടാവും ഈ എക്സിറ്റ് എൻട്രി പോയിന്റ്സിൽ. ദിസ് ഇസ് അബൌട്ട് എൻഫോഴ്സ്മെൻറ്റ്. ഇത് മാത്രമല്ല, ഇവരുടെ ബൈക്ക് നമ്പേഴ്സും ഇവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ നമ്മൾ മാപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഈ ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. ഈ ചില ഏരിയാസ് ഇവർ നിൽക്കുന്ന ജ്യൂസ് കടകളും ഇവർ നിൽക്കുന്ന തമ്പടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ സമയങ്ങളിൽ ഇവർ അവിടെ വെയിറ്റ് ചെയ്യും. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ മാപ്പ് ചെയ്യുന്നുണ്ട്. മാപ്പ് ചെയ്തിട്ട് ഇവിടെ ഇൻറ്റൻസീവായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നിമിഷമാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. കൃത്യമായി വിഷയം പരിശോധിക്കും, ബോധവൽക്കരണം നടത്തുമെന്നടക്കം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷന്റെ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നടപടി ഉണ്ടാകും. ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലേ, നമുക്ക് എന്തായാലും ഈ വാർത്ത ഈ വിഷയത്തിൽ ഇനി എന്ത് ഇടപെടൽ എന്നതടക്കമാണ് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഡാൻ കുര്യൻ തലസ്ഥാനത്ത് നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. ഡാൻ, ഈ ലഹരി ഇടപാട് സംബന്ധിച്ച് നന്ദകുമാർ റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത തലസ്ഥാനത്തെ വാർത്താ കേന്ദ്രങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ഇടപെടലുകൾക്ക് വിധേയമാവുന്നുണ്ട്. സർക്കാർ കേന്ദ്രങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഏത് തരത്തിലാണ് കുട്ടികളെ ഈ വിഷയത്തിൽ ക്യാരിയർ ആക്കാനുള്ള സാധ്യത ഈ ലഹരി മാഫിയ ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യമൊക്കെ വ്യക്തമാണ്. കമ്മീഷണർ പറയുമ്പോൾ കൃത്യമായ പെട്രോളിംഗ് നടത്തുമെന്ന് പറയുന്നു. മറ്റെന്തൊക്കെ നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് ലഹരിക്കെതിരായ ഒരു ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് തുടർ നീക്കങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഡാൻ, സജിത്ത്, ഏതൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിനികളെ കാരിയർമാരായി ഉപയോഗിച്ചുകൊണ്ട് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ സിറ്റി പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ GH നാഗരാജു ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഏതൊക്കെ സ്കൂളുകളുടെ പരിസരത്താണ് ലഹരി സംഘങ്ങൾ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പും ക്ലാസുകൾ അവസാനിച്ച ശേഷവും ആ കുട്ടികളെ വലയിലാക്കാൻ വേണ്ടി എത്തുന്നത്, അവർ ഏതൊക്കെ വശങ്ങളിലാണ്, സ്കൂളിന്റെ ഏതൊക്കെ വശങ്ങളിലാണ് നിലയുറപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ആ വിവരങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പിങ്ക് പോലീസിന് പുറമെ മഫ്തിയിൽ ഷാഡോ പോലീസിനെ കൂടി ഈ സ്കൂളിന്റെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ നിർത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി പോലീസ് എത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂളുകളുടെ ഇടവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ലഹരി കൈമാറ്റം നടക്കുന്നത് എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ ഇടവഴികളിലടക്കം പരിശോധന കൂടുതൽ കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് സിറ്റിയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ പിടിമുറുക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധനയും നിരീക്ഷണവും തുടർച്ചയായി നടത്തുന്നതിനുള്ള നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ നൽകിയ വാർത്തയിലെ സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ അത് സമൂഹത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന കാര്യം ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലുമൊക്കെ നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തുടർ നടപടികൾ ഊർജിതമാക്കാനുള്ള സർക്കാരിന്റെയും പോലീസിന്റെയും ഇടപെടൽ. സജിത്ത്, തീർച്ചയായും എന്തായാലും തുടർ നടപടികൾ ഊർജിതമാക്കുമെന്ന് സർക്കാരും പോലീസും എല്ലാം ആവർത്തിച്ചു പറയുന്ന സാഹചര്യമുണ്ട്. സൈത്ത്, അന്ന് ആ പെൺകുട്ടി വ്യക്തമാക്കിയത് അന്ന് രാവിലെയും ഈ പെൺകുട്ടി നമുക്ക് ബൈറ്റ് വരുന്ന അന്ന് രാവിലെയും കൂട്ടുകാരിയെ ഇത്തരത്തിൽ സംഘങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ആ പെൺകുട്ടി നമ്മളോട് പ്രതികരിച്ചത്. ഡാനി, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ തുടർ നടപടികളെല്ലാം ഊർജിതമാക്കുമെന്ന് സർക്കാരും പോലീസും ഉറപ്പു പറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരി സംഘങ്ങളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നടപടിയിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടന്നേക്കുമോ പോലീസ്? അതായത് ഇതൊരു ചെറിയൊരു കണ്ണിയല്ല രഞ്ജിനി, ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട്. അപ്പോൾ ഏതാനും വിദ്യാർത്ഥിനികളെ, ഈ ചൂഷണത്തിന് വിധേയായ ഏതാനും വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസോ നടപടികളോ അല്ല. ഇവർക്കിത് എത്തിച്ചു നൽകുന്നത് എവിടെ നിന്നാണ്? ആരാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്? അവർക്കിത് എവിടെ നിന്നാണ് എത്തുന്നത്? അങ്ങനെ പോകുമ്പോൾ ഇത് വലിയൊരു കണ്ണിയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വലിയ മാഫിയ സംഘങ്ങളിലേക്ക് തന്നെയായിരിക്കും എത്തുക. അതുകൊണ്ട് പോലീസിനടക്കം കൃത്യമായി ഒറ്റ ദിവസം കൊണ്ട് ഈ വേര് മുഴുവൻ കരിച്ചു കളയുക എന്നത്
പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വാഭാവികമായി, അതായത് വളരെ ഗ്രാജുവലായി അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ണികളും അറുത്ത് മാറ്റുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് പോലീസും സർക്കാരും ഒക്കെ കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നതായുള്ള വിവരങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ പരിശോധന വ്യാപകമാക്കാനും അതിന്മേൽ നടപടി കർശനമായി എടുക്കാനും പോലീസിന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലടക്കം സ്വകാര്യ സ്കൂളുകളിൽ വിദ്യാർത്ഥിനികളെ കാരിയർമാരായി ഉപയോഗിച്ചുകൊണ്ട് ലഹരി സംഘങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി പോലീസും രംഗത്തെത്താൻ നിർബന്ധിതരാകുന്നത്. രഞ്ജിനി. ശരി, എത്ര വലിയ മാഫിയ സംഘങ്ങളാണെന്ന് പറഞ്ഞാൽ കൂടിയും കൃത്യമായി വേഗത്തിൽ നടപടി വേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളുടെ കുട്ടികളെ, നാളത്തെ ഭാവിയെ, നാളത്തെ തലമുറയാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ കണ്ണികളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പോലീസിന്റെ നടപടിക്കും അപ്പുറം വിദ്യാഭ്യാസ വകുപ്പടക്കം സ്കൂളിലെ PTA-ക്കൊക്കെ വലിയ കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിർവഹിക്കാനുണ്ട് എന്നതാണ്. എന്തായാലും ആ തരത്തിൽ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ള ഈ ഇടപെടൽ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ തുടർ വാർത്തകളിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ ജനതാ പാർട്ടികളുടെ ലയന നീക്കം പാളി എന്നതാണ് വാർത്ത. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി JDS-നകത്ത് നിലനിൽക്കുന്ന തർക്കമാണ് ഇതിന് തടസ്സമാവുന്നത്. 2.5 വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു ടി തോമസ് നടത്തുന്ന വാദങ്ങളെ കൃഷ്ണൻകുട്ടി പക്ഷം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അത് തർക്കങ്ങൾക്ക് ഇടവെക്കുകയാണ്. ഒപ്പം തന്നെ പാർലമെന്ററി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ ഒന്നും വേണമെന്ന LJDയുടെ ആവശ്യത്തിനും തീരുമാനമായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരളത്തിലെ 2 ജനതാ പാർട്ടികളും ഭരണമുന്നണിയുടെ ഭാഗമാണ്. ഒറ്റ പാർട്ടിയായി മുന്നണി നിൽക്കണമെന്ന താൽപര്യം പലതവണ CPI നേതൃത്വം ഇരു പാർട്ടികളെയും അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റും സർക്കാരിൽ കൂടുതൽ പദവി ലഭിക്കാത്തതൊരു തടസ്സവും ഇതാണെന്ന് ജനതാ പാർട്ടി നേതൃത്വങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്. അതിനാലാണ് പലതവണ മാറ്റിവെച്ച ലയന നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയത്. 2 പാർട്ടികളുടെയും സംസ്ഥാന ഭാരവാഹി യോഗങ്ങൾ ചേർന്ന് ലയനത്തിന് പച്ചക്കൊടി കാട്ടി. ലയന ഉപാധികളിലും ഏകദേശ ധാരണയായി. മാതൃപാർട്ടിയായ ജനതാദൾ എസിൽ LJD ലയിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോൾ ലയന നടപടികൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. അധികാര സ്ഥാനങ്ങൾ സംബന്ധിച്ച് JDS-ലെ തർക്കമാണ് പ്രധാന കാരണം. ആദ്യ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും പങ്കിട്ടെടുത്തിരുന്നു. ഇത്തവണയും ആ ധാരണ നിലവിലുണ്ടെന്നാണ് മാത്യു ടി തോമസ് അനുകൂലികളുടെ വാദം. എന്നാൽ കൃഷ്ണൻകുട്ടി വിഭാഗം ഇത് അംഗീകരിക്കുന്നില്ല. ലയിച്ച് ഒറ്റ പാർട്ടിയായാൽ മാത്യു ടി തോമസിന്റെ അവകാശവാദത്തിന്റെ ശക്തി കുറയുമെന്ന് കൃഷ്ണൻകുട്ടി കരുതുന്നു. LJDയിൽ നിന്ന് വരുന്നവർക്ക് മാത്യു ടിയേക്കാൾ താല്പര്യം കൃഷ്ണൻകുട്ടിയോടാണ് എന്നതുതന്നെ കാരണം. മാത്രമല്ല, അവർക്കൊപ്പമുള്ള MLA KP മോഹന്റെ പിന്തുണയും കൃഷ്ണൻകുട്ടിക്ക് ലഭിക്കും. ഇത് മനസ്സിലാക്കിയാണ് ലയനം പരമാവധി വൈകിപ്പിക്കാൻ മാത്യു ടി തോമസ് ശ്രമിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവി കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ്, സെക്രട്ടറി ജനറൽ സ്ഥാനങ്ങളാണ് ജനതാ പാർട്ടികളിൽ പ്രധാനം. ഇതിൽ പാർട്ടി അധ്യക്ഷൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ JDS-ൽ ഇപ്പോൾ മാത്യു ടി തോമസ് ആണ്. പാർലമെന്ററി പാർട്ടി സ്ഥാനം KP മോഹന് വേണ്ടി LJD ആവശ്യപ്പെടുന്നുമുണ്ട്. അത് വിട്ടു നൽകാൻ മാത്യു ടി തോമസ് തയ്യാറല്ല. പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനം നിലനിർത്താനാണ് മാത്യു ടിക്ക് താല്പര്യം. അതിലൂടെ മന്ത്രിസ്ഥാനവും അദ്ദേഹം ലക്ഷ്യമിടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ JDS ആർക്കൊപ്പമെന്ന വലിയ ചോദ്യവും ജനതാ പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ദേവഗൌഡ BJP-ക്കൊപ്പം പോയാൽ സംസ്ഥാനത്തെ 2 ജനതാ പാർട്ടികളെയും അത് പ്രതിസന്ധിയിലാക്കും. ലയനം വൈകാൻ ഒരു കാരണമായി ഇതും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ജനതാ പാർട്ടിയുടെ ലയനം. പക്ഷേ അത് സാധ്യമാവുന്നില്ല, തർക്കത്തിൽ പോകുന്നു എന്നതാണ് സാഹചര്യം. VV അരുൺ തന്നെ നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നടക്കും ലയനം, ഇപ്പോൾ നടക്കും എന്നത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ JDS-നും LJD-ക്കും ലയനം സാധ്യമാവുന്നില്ല. ആ തർക്കം പലതരത്തിൽ നീണ്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ വരുന്നത് അരുണിന്റെ റിപ്പോർട്ട് അനുസരിച്ച് JDS-ലെ അധികാര തർക്കം നിലവിൽ ഈ ലയനത്തെ തന്നെ ബാധിച്ചിരിക്കുന്നു എന്നതാണ്.
ഇതിന്റെ തുടർ നീക്കം ഇനി എങ്ങനെയാണ് ഉണ്ടാവുക? ലയന നീക്കത്തിന് ഇനി അങ്ങോട്ട് സാധ്യതയുണ്ടോ അരുൺ? ലയനം അനിവാര്യമാണ് ഇരു പാർട്ടികൾക്കും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും ആവശ്യപ്പെടണമെങ്കിൽ ലയിച്ച് ഒറ്റ പാർട്ടിയാകണം. CPM നേതൃത്വം വളരെ മുമ്പ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM നേതൃത്വം ഇവരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് അന്ന് ലയനം നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ലയനം സാധ്യമാകണമെന്ന ഒരു വാശിയോടുകൂടി തന്നെയാണ് ഇരു പാർട്ടിയുടെ നേതൃത്വവും ലയനം എന്ന ഒരു ചർച്ചകളിലേക്ക് സജീവമായി കടന്നത്. ലയന ഉപാധികളിലും 90% ധാരണയായതാണ്. പക്ഷേ അപ്പോഴാണ് LJDയിലെ ഒരു തർക്കം. കാരണം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് 5 വർഷം എന്നത് പകുതി വീതമാണ് മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും മന്ത്രിസ്ഥാനത്ത് തുടർന്ന്. ആദ്യം മാത്യു ടി മന്ത്രി അദ്ദേഹം പിന്നീട് മാറിക്കൊടുക്കുന്നു. അതിനുശേഷം പക്ഷേ ഇത്തവണയും അത്തരം ഒരു ധാരണയുണ്ടെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഈ മന്ത്രിസ്ഥാനം നടക്കുമ്പോൾ തന്നെ മാത്യു ടി തോമസ് വിഭാഗം പ്രചരിപ്പിച്ചിരുന്നു. അന്ന് തന്നെ കൃഷ്ണൻകുട്ടി വിഭാഗം തള്ളിക്കളയാണ്. ഇപ്പോഴും ആ ഒരു ധാരണ ഉണ്ടെന്ന നിലപാടിൽ തന്നെയാണ് മാത്യു ടി തോമസ് വിഭാഗം. അതുകൊണ്ട് 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം മാത്യു ടിക്ക് നൽകണം. ഇതാണ് അവരുടെ ആവശ്യം. നിലവിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മാത്യു ടി തോമസ്. പാർലമെന്ററി പാർട്ടി നേതാവ്, സാധാരണഗതിയിൽ മന്ത്രിമാരാണ് പാർലമെന്ററി പാർട്ടി നേതാവായി വരാറുള്ളത്. പക്ഷേ ഇത്തവണ ആ ഒരു പദവി കൂടി അദ്ദേഹം നൽകിയിരുന്നു. ഈ സ്ഥാനങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കണം. സ്വാഭാവികം വിട്ടുകൊടുക്കേണ്ടി വരുന്നത് പാർലമെന്ററി പാർട്ടി നേതാവാണ്. അത് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. മാത്രമല്ല LJD വരുമ്പോൾ ചില സ്ഥാനങ്ങൾ സംബന്ധിച്ച് തർക്കവും സജീവമായി തന്നെ നിലനിൽക്കുന്നു. പാർലമെന്ററി ബോർഡ് ചെയർമാനോ പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനമോ ഒന്ന് വേണമെന്ന് LJD ആവശ്യപ്പെടുന്നു. അതും മാത്യു ടി മാറിക്കൊടുക്കേണ്ട നിലപാടാണ് കൃഷ്ണൻകുട്ടി വിഭാഗത്തിനുള്ളത്. LJD നേതാക്കൾ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഒരു മമതയുള്ളത്, മാനസിക ഐക്യമുള്ളത് കെ കൃഷ്ണൻകുട്ടിയുമായാണ്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ ലയന ചർച്ചകൾ മാത്യു ടി വിഭാഗം വൈകിപ്പിക്കുന്നത്. പരമാവധി ലയനം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് മന്ത്രിസ്ഥാനത്തിലുള്ള തർക്കം പ്രധാന കാരണം. അവസാനമായ ഒരു കാരണം കൂടി ഉള്ളത് ദേവഗൌഡയുടെ നിലപാട്. കർണാടക തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ദേശീയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ദേവഗൌഡ നിലപാട് എന്താ ഇരു പാർട്ടി നേതൃത്വങ്ങൾക്കുമുണ്ട്. കാരണം ദേവഗൌഡ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ അതിലൊരു വിഭാഗമെങ്കിലും BJPക്കൊപ്പം പോകാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ആ ഒരു പാർട്ടി ഇവിടെ മുന്നണിയിൽ തുടരുമെന്നൊരു ചോദ്യം കൂടി ഈ പാർട്ടികൾക്ക് മുന്നിലുണ്ട്. അത്തരത്തിൽ പല വിഷയങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം എന്നെ ആദ്യം സൂചിപ്പിച്ച പോലുള്ള മാത്യു തോമസിന്റെ മന്ത്രി പദവി എന്ന ആവശ്യമാണ്. അതിലാണ് ഈ ഇത്തരത്തിൽ ഈ ലയനം നീണ്ടുപോകുന്നത്. അരുണ, ഒരു കാര്യം കൂടി, LJDയെ ഇടതു മുന്നണിയിൽ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ധാരണ നിശ്ചിത കാലയളവിനുള്ളിൽ ഇരു പാർട്ടികളും ലയിച്ച് ജനതാ പാർട്ടികളുടെ ലയനം സാധ്യമാവണം, എങ്കിൽ മാത്രമേ ഇടതു മുന്നണിയിൽ ഇടമുണ്ടാകൂ എന്നൊരു മുന്നറിയിപ്പ് CPM നേതൃത്വമൊക്കെ നൽകിയിരുന്നല്ലോ. അന്നത് വാർത്തയിലൊക്കെ വന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ ലയനം പല കാരണങ്ങളാൽ നീണ്ടുപോകുന്നത് ഇടതു മുന്നണിയിലെ ഇരു പാർട്ടികളുടെ നിലനിൽപ്പിനും വെല്ലുവിളി ഉണ്ടാവില്ലേ? ഒന്ന്. മറ്റൊന്ന്, CPM നേതൃത്വമടക്കം ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാനും സാധ്യതയില്ലേ അരുൺ? തീർച്ചയായും സമാന സ്വഭാവമുള്ള സമാന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണം. അത് ജനതാ പാർട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും CPM നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ ചർച്ചകളിൽ അധികാര പദവികൾ പങ്കിടുന്നതിലൊക്കെ അത് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് CPM നേതൃത്വം പലതവണ പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ഈ നിലപാട് ശക്തമായി ആവർത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്വാഭാവികമായും ഈ രണ്ട് പാർട്ടിയായി നിന്നാൽ ഈ ആർക്കും സീറ്റ് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. CPM നേതൃത്വത്തിന്റെ കർശന നിലപാട് ഈ ലയനം എന്ന ആവശ്യം വേഗത്തിലാക്കാൻ ഇരു പാർട്ടികളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഇത്തരത്തിൽ ഈ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം, അതും JDS-നുള്ളിൽ തന്നെ തർക്കമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. കൃഷ്ണൻകുട്ടി വിഭാഗം ഈ ലയനം നീണ്ടുപോയാൽ അവർക്കുമുള്ള ഗുണം എന്ന് പറയുന്നത് അവർക്ക് അധികാരം തുടരാനാകും, പക്ഷേ മന്ത്രിസ്ഥാനം തുടരാനാകും. പക്ഷേ മാത്യു ടി തോമസ് അത് കണക്ക് കൂട്ടുന്നത് LJD ഇപ്പോൾ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് കൃഷ്ണൻകുട്ടിക്ക് നിയമസഭയിൽ അവരെ പാർലമെന്റ് പാർട്ടി അടക്കം ഒരു ഭൂരിപക്ഷം ഒരു MLA കൂടി വരുമ്പോൾ സ്വാഭാവികമായും KP മോഹനൻ കൃഷ്ണൻകുട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ്. നേരത്തെ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെയും തന്റെ അവസരം നഷ്ടപ്പെടുന്ന ഒരു ആശങ്ക മാത്യു ടി തോമസിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ CPM നേതൃത്വത്തിന്റെ ഒരു കർശന നിലപാട് അവർക്ക് തിരിച്ചടിയാണ്. എത്രയും വേഗം ലയനമെന്ന നിലപാട് CPM ആവർത്തിച്ചാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോംവഴികൾ കണ്ടെത്തി സമവായം കണ്ടെത്തി അധികം വൈകാതെ ലയിക്കേണ്ടി വരും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും JDS ജനതാ പാർട്ടികളുടെ ലയനം അത് നീണ്ടുപോകുന്നു. ഇടതുമുന്നണിയിലെ ഇരു പാർട്ടികളുടെയും നിലനിൽപ്പിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന തർക്കമായി അത് മാറുന്നു. ഒപ്പം CPM നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ടും JDS രാഷ്ട്രീയം, ജനതാ പാർട്ടികളുടെ രാഷ്ട്രീയം നിർണായകമാണ്. മുമ്പും ഈ തർക്ക വിഷയങ്ങളൊക്കെ ഉയർന്നത്. എന്തായാലും അത് വീണ്ടും പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് BB അരുൺ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഞായറാഴ്ച
ഈ മ്യൂസിയം കോമ്പൗണ്ടിൽ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ മ്യൂസിയത്തിൻ്റെ പല മേഖലകളിലായി നമ്മൾ പ്രഭാത കേരളം ഇങ്ങനെ ആരംഭിച്ചപ്പോൾ മുതൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് റേഡിയോ പാർക്ക്. തലസ്ഥാനത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ പാർക്കിൽ വന്നു പോയവർക്കൊക്കെ പരിചിതമായൊരു ഇടമാണ്. അതായത് ആകാശവാണിയുടെ ഒരു മുഴുനീള സംപ്രേഷണം സാധ്യമാവുന്ന ഇടമാണ്. മുമ്പ് ഈ റേഡിയോ സംപ്രേഷണമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും റേഡിയോ വളരെ പരിമിതമായ ഒരു കാലമുണ്ടായിരുന്നു. അതായത് ചുരുക്കം ചില വീടുകൾ മാത്രമേ റേഡിയോ പോലും ലഭ്യമാവുന്ന കാലം. അന്നും മ്യൂസിയത്തിൽ വന്നാൽ ഈ പൊതുവിടത്ത് വന്നിരിക്കുന്നവർക്കെല്ലാം റേഡിയോ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു റേഡിയോ പാർക്ക് എന്ന കൺസെപ്റ്റ് ഉണ്ടാവുന്നത് തന്നെ അങ്ങനെയാണ്. എന്തായാലും ഇവിടെ ഈ ചുറ്റിനും നിരവധി കസേരകളൊക്കെ ഉണ്ട്. ഈ കസേരകളിലൊക്കെ ആൾക്കാർ വന്നിരിക്കും. ഇപ്പം വെയിൽ അല്പം മൂർച്ഛിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ആൾക്കാരില്ല. എന്തായാലും വൈകുന്നേര സമയത്തേക്ക് കൂടുതൽ ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇരിക്കാൻ സ്ഥലം പോലും കിട്ടാത്ത സാഹചര്യമാകും. റേഡിയോ എന്ന കൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ മാറി മാറി വരിക. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇവിടെ എത്തി ഇവിടുത്തെ ഈ സംപ്രേഷണം കേൾക്കാൻ വേണ്ടി പലരും വൈകുന്നേരം ഇങ്ങോട്ട് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈകുന്നേരം നമ്മളിപ്പോൾ ഈ കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കണം, പക്ഷെ വൈകുന്നേരം വരുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തും. നമുക്ക് ഇരിക്കാൻ പോലും ഇവിടെ സീറ്റ് കിട്ടാത്ത സാഹചര്യം, അത്രത്തോളം ആളുകളാണ് ഒഴുകിയെത്തുന്നത്. ഈ പ്രത്യേക സ്പീക്കർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ സ്പീക്കറിലൂടെയാണ് റേഡിയോ സംപ്രേഷണം സാധ്യമാവുന്നത്. ഇപ്പോൾ ആകാശവാണിയുടെ ഡൽഹിയിൽ നിന്നുള്ള സംപ്രേഷണമാണ് ഇവിടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന്, പ്രേക്ഷകർ കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു, ലഭ്യമാവുന്നത്. എന്തായാലും തലസ്ഥാനത്തെ മ്യൂസിയത്തിലെ മറ്റൊരു വ്യത്യസ്ത കാഴ്ചയായി റേഡിയോ പാർക്ക് മാറുന്നു എന്നതാണ്. ഇവിടെ എത്തുന്നവർക്കൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന റേഡിയോ എന്ന നമ്മുടെ പഴയ ഒരു ശ്രവ്യമാധ്യമം, അതിൻ്റെ എല്ലാ സാധ്യതകളും ഇവിടെയും അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മ്യൂസിയത്തിൻ്റെ മറ്റൊരു മനോഹര കാഴ്ചയായി അത് മാറും. ഇനി നമ്മൾ വാർത്തകളുടെ ലോകത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. വിവാദ കൃഷി ഓഫീസർ ജിഷമോളുടെ തട്ടിപ്പുകൾക്ക് പിന്നാലെയാണ് ആലപ്പുഴ പോലീസ്. സിനിമാ കഥയെ പോലും വെല്ലുന്നതാണ് ജിഷയുടെ ജീവിതം എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ചെറുപ്പക്കാരുൾപ്പെടെ നിരവധി പുരുഷന്മാരുമായി നിഗൂഢമായ ബന്ധം, ഒട്ടേറെ യുവാക്കളാണ് ഇവരുടെ ചതിയിൽ അകപ്പെട്ടിട്ടുള്ളത്. കള്ളവോട്ട് കേസിനെ കുറിച്ച് അന്വേഷിച്ച പോലീസിന് ലഭിച്ചത് നിരവധി വിവരങ്ങളാണ്. എഡിറ്റഡ് ചിത്രങ്ങളും ഹണി ട്രാപ്പും അടക്കം സംഭവ ബഹുലമാണ് അന്വേഷണ സംഘത്തിന് ഈ കൃഷി ഓഫീസറെ കുറിച്ച് ലഭിച്ച വിവരങ്ങൾ. റിപ്പോർട്ട് കാണാം. കണ്ടാൽ താളപ്പിഴകൾ ഒന്നും തോന്നാത്ത ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥ, സമീപിക്കുന്ന ആരെയും വാക്ചാതുരിയും പെരുമാറ്റവും കൊണ്ട് കയ്യിലെടുക്കുന്നവൾ. എന്നാൽ സങ്കീർണതകളും ദുരൂഹതകളും നിറഞ്ഞതാണ് എം ജിഷമോൾ എന്ന മുൻ എടത്വ കൃഷി ഓഫീസറുടെ ജീവിതമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 9 വർഷങ്ങൾക്ക് മുമ്പാണ് ജിഷമോൾ പാലക്കാട് സ്വദേശിയെ പരിചയപ്പെടുന്നത്. പാരൽ കോളേജ് അധ്യാപകനും കർഷകനുമായ ഇയാൾ കൃഷി സംബന്ധമായ ചില ആവശ്യങ്ങൾക്കാണ് ജിഷയെ സമീപിക്കുന്നത്. ബന്ധം വളരുകയും വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു. സർവീസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനും സഹതാപം പിടിച്ചുപറ്റാനും വേണ്ടിയാണ് ജിഷ ഗർഭം ധരിച്ചതെന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. മകൾക്ക് 1 വയസ്സോളമായപ്പോൾ ജിഷയുടെ ചില അസ്വാഭാവിക പെരുമാറ്റങ്ങൾ സഹിക്കാനാവാത്തത് മൂലം ബന്ധം ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് പാലക്കാട് സ്വദേശിയുടെ മൊഴി. പരിചയപ്പെടുന്ന പുരുഷന്മാരുമൊത്തുള്ള ചിത്രങ്ങൾ പകർത്തുന്ന രീതി ജിഷയ്ക്ക് പതിവായിരുന്നു. കൃഷി ഓഫീസിലും മറ്റിടങ്ങളിലുമായി സൗഹൃദം സ്ഥാപിച്ച പലരുമൊത്തുള്ള നിരവധി ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തു. പിന്നീട് ഇവർ വിട്ടുപോകാതിരിക്കാനായി ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അത്തരത്തിൽ അകപ്പെട്ട ഒരാളാണ് ടാക്സി ഡ്രൈവറായ 24-കാരൻ. ചില സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാനായി ജിഷയെ സമീപിച്ച ഈ ചേർത്തല സ്വദേശി പിന്നീട് വീട്ടിലെ നിത്യസന്ദർശകനും താമസക്കാരനുമായി മാറുകയായിരുന്നു. മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് ഇയാളെ വിവാഹം കഴിച്ച രീതിയിലുള്ള നിരവധി ചിത്രങ്ങൾ ജിഷയുടെ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ടാക്സി ഡ്രൈവറുമായി പ്രണയബന്ധത്തിലായിരുന്ന പെൺകുട്ടിയെ ഒഴിവാക്കുന്നതിനായി ജിഷ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജിഷയ്ക്ക് കള്ളനോട്ടുകൾ നൽകിയെന്ന് അന്വേഷണ സംഘം ആദ്യം കരുതിയ മലപ്പുറം സ്വദേശിയും സമാനമായ രീതിയിൽ അകപ്പെട്ട ആളാണ്. കള്ളനോട്ടുകൾ കൈമാറിയ കളരിയാശാൻ അജീഷുമായി സൗന്ദര്യ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജിഷ അടുക്കുന്നത്. പിന്നീട് ജിഷയുടെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യങ്ങളുമുള്ള ആളായി അജീഷ് മാറി. കള്ളനോട്ട് വ്യാപാരത്തിന് ജിഷ കൂട്ടുനിന്നത് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടല്ലെന്നും ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം മുറിയാതിരിക്കാനാണെന്നുമാണ് പോലീസ് നിഗമനം. 10,500 രൂപയുടെ കള്ളനോട്ടുകൾ അജേഷ് നൽകിയപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി ജിഷ പകരം നൽകിയത് 11,000 രൂപയാണ്. അറസ്റ്റിലായ ശേഷം പേരൂർക്കട മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജിഷയെ തിരികെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ
അന്വേഷണ സംഘം ഉടൻ അപേക്ഷ നൽകും. കേസിൽ നിഗൂഢതകളുടെ ചുരുളുകൾ ഇനിയുമേറെ അഴിക്കാനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 ആലപ്പുഴ. അപ്പോൾ മ്യൂസിയത്തിലെ റേഡിയോ പാർക്കിൽ നിന്നുള്ള പ്രഭാത കേരളം തുടരുകയാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ മുകളിൽ റേഡിയോയിൽ നിന്നുള്ള ശബ്ദമായിരിക്കും പ്രേക്ഷകർക്ക് കേട്ടുകൊണ്ടിരിക്കുക. എന്തായാലും പ്രഭാതത്തിൽ മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചകൾക്കൊപ്പം പ്രഭാത കേരളം മറ്റു വാർത്തകളുമാണ് പരിശോധിക്കുന്നത്. നമുക്ക് മടങ്ങി വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇത്തവണ ടാറ്റ IPL ജിയോ ഒരുപക്ഷെ കേരളത്തിലടക്കം കോൺഗ്രസ് നേതാക്കൾ ഒരുപടി മുന്നിൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് CPM നേതാക്കളാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഡൽഹിയിൽ നടത്തിയ പ്രതികരണത്തിൽ പോലും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് രാഹുലിനായി തെരുവിലിറങ്ങാൻ തയ്യാറാണെന്ന തരത്തിൽ സമരം സംഘടിപ്പിക്കുന്ന പരാമർശം MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് സമാനം തന്നെയാണ് ദേശീയ തലത്തിലെയും കാര്യങ്ങൾ. കാരണം രാഹുലിനെ അയോഗ്യനാക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ച പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയ പാർട്ടികളിലൊന്ന് തൃണമൂൽ കോൺഗ്രസ് ആണ്. നമുക്കറിയാം BJPയെ പോലെ തന്നെ അകറ്റി നിർത്തേണ്ട പാർട്ടിയാണെന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. മൂന്നാം മുന്നണി നീക്കമടക്കം ആയി തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ രാഹുലിനെ അയോഗ്യനാക്കിയപ്പോൾ രാഹുലിന് വേണ്ടി വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഒപ്പം തന്നെ തെലങ്കാനയിൽ BRSും കോൺഗ്രസുമായി ചേർന്ന് പോകാത്ത പാർട്ടിയാണ്. BRSും രാഹുലിന് വേണ്ടി വാദിച്ചു. അരവിന്ദ് കെജ്രിവാളും ശക്തമായ ഭാഷയിൽ ഈ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇങ്ങനെ മുൻപില്ലാത്ത വിധം ഒരു ഐക്യം ഈ വിഷയത്തിൽ രാഹുലിന്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളുമായി ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാളെ പാർലമെന്റ് 11 മണിക്ക് സമ്മേളിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമുണ്ടാവും. സ്വാഭാവികമായും ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനായ വിഷയത്തിൽ എങ്ങനെ സമരപരിപാടികളുമായി പാർലമെന്റിനകത്ത് സമരവുമായി മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കങ്ങൾ. സജിത്, നമുക്ക് സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കണം. സ്വാഭാവികമായും ഈ രാഹുലിന്റെ അയോഗ്യതാ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള നേതാക്കളുടെ പ്രതികരണം അടക്കമുണ്ടാകുന്നു. ഡാൻ കുര്യനാണ് ചേർന്നത്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സ്വാഭാവികമായിട്ടും രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് സത്യാഗ്രഹം നടത്തുകയാണ്. 10 മണിക്കാണല്ലോ സത്യാഗ്രഹം തുടങ്ങുക. തലസ്ഥാനത്തെ കാഴ്ച എങ്ങനെയാണ്? ആരാണ് ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുക? ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സജിത്ത് ആൻഡ് രജനി. രാവിലെ 10 മണിയോടെ, അതായത് 9 മണിക്ക് ശേഷം ഈ സത്യാഗ്രഹം ഗാന്ധി പാർക്കിൽ ആരംഭിക്കും എന്നാണ് നമുക്ക് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെയും KPCC നേതൃത്വത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും AICCയുടെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് കോൺഗ്രസ് നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നത്. വിപുലമായ രീതിയിലുള്ള സത്യാഗ്രഹ പരിപാടികളായിരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഗാന്ധി പാർക്കുകളിൽ, അതായത് ഈ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുമ്പിലായിരിക്കും ഇത്തരത്തിൽ സത്യാഗ്രഹം നടത്തേണ്ടത് എന്ന നിർദ്ദേശം എല്ലാ DCC നേതൃത്വങ്ങൾക്കും KPCCന് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികളായിരിക്കും 14 ജില്ലകളിലും ആസൂത്രണം ചെയ്യുക. അതിന്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയായിരിക്കും തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുക. 9 മണിക്ക് ശേഷം ഈ സത്യാഗ്രഹം ആരംഭിക്കുമെന്നാണ് നമുക്ക് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. അത്തരത്തിലൊരു സത്യാഗ്രഹവുമായി രംഗത്തെത്തുമ്പോൾ ഓരോ ജില്ലകളിലെയും KPCC ഭാരവാഹികൾ, ഒപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം അതത് ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിൽ കർശനമായി പങ്കെടുക്കണമെന്ന് AICC നേതൃത്വത്തിന്റെ മാർഗനിർദ്ദേശം. കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നു, പ്രതിഷേധം കടുപ്പിക്കുന്നു. രാജ്ഘട്ടിൽ നിന്ന് ഇന്ന് സത്യാഗ്രഹത്തിന് തുടക്കമാകുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതെ, എന്തായാലും കേരളത്തിന്റെ പൊതുചിത്രം, ദേശീയ തലത്തിലുള്ള ചിത്രമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് തുടക്കം തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ദേശീയ തല ചിത്രവുമായി ER രാകേഷ്, ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ഒപ്പം മലബാറിലെ വയനാട്ടിലെ വിശേഷങ്ങളുമൊക്കെ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ആദ്യം ER രാകേഷിലേക്ക് നമുക്ക് പോകുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിൽ ഞായറാഴ്ച ദിവസമായിട്ടുകൂടി രാഹുൽ വിഷയത്തിൽ വലിയ കടുത്ത പ്രക്ഷോഭ പരിപാടിക്ക് കോൺഗ്രസ് തുടക്കമിടുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. രാജ്ഘട്ടിലെ സമരപരിപാടികൾക്ക് ഒരു കൃത്യമായ രൂപമായിട്ടുണ്ടോ? എപ്പോഴായിരിക്കും സമരം ആരംഭിക്കുക? ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള നിയമ നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നീക്കം എങ്ങനെയാണ്? രാകേഷ്.
സജിത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഏതായാലും കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ അദാനിയെക്കുറിച്ച് മിണ്ടാതിരിക്കാനാണ് തന്നെ അയോഗ്യനാക്കിയതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ ഒരു പോർമുഖം തുറന്നിരുന്നു. ഇന്ന് ഏതായാലും പ്രതിഷേധം ये है शुरुआत दिल, अब हर जुबां पे होगी बात दिल. देखिए पहला टाटा विमेंस प्रीमियर लीग स्पोर्ट्स 18 और जियो सिनेमा पर. ടൈം മാനേജ്മെന്റാണ് അത് ഞാൻ വളരെ നന്നായി അതിപ്പോൾ ഏത് തിരക്കുള്ള ദിവസവും വായിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന 30 പേജാണെങ്കിൽ 30 പേജ്, 50 പേജാണെങ്കിൽ 50 പേജ്. പിന്നെ പുസ്തകത്തിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ സൗഹൃദങ്ങളാണ് പുസ്തകത്തിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. അത് വായിച്ചിരുന്നത് താങ്കൾ പറഞ്ഞ പുസ്തകം മൈ നെയിം ഈസ് റെഡ് എന്ന് വെച്ചാൽ ഓർഹാൻ പാമുക്ക് എന്ന് പറയുന്ന ടർക്കിഷ് എഴുത്തുകാരൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. നോബൽ പ്രൈസും നോബൽ പ്രൈസ് വിന്നറാണ് അദ്ദേഹത്തിൻ്റെ സ്നോയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മൈ നെയിം ഈസ് റെഡ് എനിക്ക് വല്ലാതെ തന്നെ ഞാനത് കുറസോവയുടെ റാഷമൺ എന്നുള്ള ചലച്ചിത്രമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ കുറസോവയെ ഇഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് പാമുക്കിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ടി പി രാജീവനും പാമുക്കും ഞാനും തമ്മിലുള്ള അവിചാരിതമായ ബന്ധം അവസാനം ആദ്യം കാണുമ്പോഴും പാമുക്കിനെ പറ്റി പറയുകയും അവസാനം മരിക്കുന്നതിന് മുമ്പ് ഫോൺ ചെയ്യുമ്പോഴും പാമുക്കിൻ്റെ ഇപ്പോഴത്തെ പുതിയ പുസ്തകം അതേക്കുറിച്ച് പറഞ്ഞത് നൈറ്റ് ഓഫ് ദ പ്ലേഗ് എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും തുറക്കാൻ പറ്റിയിട്ടില്ല. അത് വായിച്ചു വെച്ചിട്ട് വായിക്കാൻ പറ്റിയിട്ടില്ലത് എന്ന് വെച്ചാൽ അതെന്തോ എനിക്ക് തുറക്കാൻ മേലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പാമുക്കിൻ്റെ പുസ്തകം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം മാറ്റി വെച്ചിട്ട് അത് വായിച്ച് തീർക്കുകയാണ്. പക്ഷേ രാജീവൻ സാറിൻ്റെ മരണം എന്നെ വല്ലാതെ ഇത് ചെയ്തു. കാരണം ഈ പുസ്തകവും ഈ എഴുത്തുകാരനും രാജീവ് സാറും ഞാനും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചൊക്കെ അപ്പോൾ അത് ഉണ്ട്. പിന്നെ ഇപ്പോൾ മകള് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ മകള് വായിക്കും നന്നായിട്ട്. അപ്പോൾ അവരുടെ ഒരു ജനറേഷൻ്റെ ഒരു വായന, അപ്പോൾ ഞങ്ങൾ ഇൻട്രാക്ഷൻ ഉണ്ട്. നമുക്ക് ഭയങ്കര സെറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ മ്യൂസിയത്തിൽ നിന്നും പ്രഭാത കേരളം തുടരുകയാണ്. ഞായറാഴ്ചയാണ്. വാർത്തയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞായറാഴ്ചയുടെ ആ ആലസ്യമൊന്നുമില്ല. വാർത്തകൾ ഇങ്ങനെ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ISROയുടെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിക്ഷേപണത്തിന്റെ കൗണ്ട് ഡൗൺ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങളുമായിട്ട് അല്പസമയത്തിനുള്ളിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. നമുക്കൊപ്പം ഗോപിക സുരേഷ് ചേരുന്നു. ഗോപിക, വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അടുത്തിടെ ISRO കൈവരിച്ചിരുന്നു. ആ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടിയായി മാറുകയാണോ ഇന്നത്തെ ഈ വിക്ഷേപണം? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഗോപിക. സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിക്ഷേപണം വിജയകരമാവുകയാണെങ്കിൽ ബഹിരാകാശ വിപണിയിൽ ISROയുടെ മൂല്യം ഉയരുന്നതടക്കമുള്ള വലിയ നേട്ടങ്ങളിലേക്കാണ് എത്തുന്നത്. ISROയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് അതിന്റെ 6ാം ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്, സജ്ജമായിരിക്കുകയാണ്. അല്പസമയത്തിനകം 9 മണിക്കാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് റോക്കറ്റിന്റെ വിക്ഷേപണം. 9 മണിക്ക് വിക്ഷേപിച്ച് 19-ാം മിനിറ്റിൽ ആദ്യത്തെ ഉപഗ്രഹം വേർപെടും. 5805 കിലോഗ്രാം ഭാരം വരുന്നതാണ് ഉപഗ്രഹങ്ങൾ. ഇത് ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്കാണ് എത്തിക്കുക. താഴ്ന്ന ഭൂഭ്രമണപഥത്തിലേക്കുള്ള ഈ വിക്ഷേപണ വാഹനത്തിന്റെ ഏറ്റവും ഭാരമേറിയ ദൗത്യമാണ് ഇത്. വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങളാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 9 മണിക്ക് വിക്ഷേപിക്കുന്നത്. LVM-3 റോക്കറ്റിന്റെ 2ാമത്തെ വാണിജ്യ വിക്ഷേപണമാണ് ഇത്. കഴിഞ്ഞ ഒക്ടോബർ 21-ന് വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വളരെ വിജയകരമായി തന്നെ വിക്ഷേപിച്ചിരുന്നു. വൺ വെബിന് നിലവിൽ 582 ഉപഗ്രഹങ്ങൾ നിലവിൽ ഭ്രമണപഥത്തിൽ ഉണ്ട്. ഇന്നത്തെ വിക്ഷേപണത്തോടെ അത് 618 ഉപഗ്രഹങ്ങൾ ആകും. ഉപഗ്രഹങ്ങളിൽ നിന്ന്
ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു ISROയുടെ ഈ ഒരു OneWebന്റെ ദൗത്യത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് കമ്പ്യൂട്ടറുകളിലേക്ക് ഇന്റർനെറ്റ് സേവനം കിട്ടുന്നതാണ് ഈ ഒരു പദ്ധതി. നിലവിൽ ഉപഗ്രഹങ്ങളിൽ നിന്ന് ടവറുകളിലേക്കും അവയിൽ നിന്ന് റിലേ കേന്ദ്രങ്ങൾ വഴിയാണ് മൊബൈലിലേക്കും ഒപ്പം തന്നെ കമ്പ്യൂട്ടറുകളിലേക്കും ഒക്കെ ഇന്റർനെറ്റ് സേവനം കിട്ടുന്നത്. ഈ ഒരു ദൗത്യം വിജയകരമാവുകയാണെങ്കിൽ ഈ റിലേ കേന്ദ്രങ്ങൾ ഒഴിവാക്കി നേരിട്ട് കമ്പ്യൂട്ടറുകളിലേക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഇത്. ഇന്ത്യയെ കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഇന്റർനെറ്റ് വ്യാപനം കൂടി ലക്ഷ്യമിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് ഇത്. ഈ വിക്ഷേപണം വിജയകരമാവുകയാണെങ്കിൽ ബഹിരാകാശ വിപണിയിൽ ISROയുടെയും ഒപ്പം തന്നെ LVM-3യുടെയും ഒക്കെ മൂല്യം ഉയരും എന്ന് തന്നെയാണ് പറയേണ്ടത്. സജിത്ത്, വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്, ഒളിച്ചു വയ്ക്കുന്ന ഒരാളല്ല, വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അത് ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ഹിന്ദുമതത്തിൽ ജനിച്ച് ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറി ഹിന്ദുമത വിശ്വാസിയായ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കെങ്ങനെ സെക്കുലറാകാൻ പറ്റും? ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. ഇന്ത്യയിലെ സെക്കുലറിസം ഇസ് ഡിഫറെൻറ്റ്. ഇന്ത്യയിലെ സെക്കുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ ആണ്. എൻ്റെ മതവിശ്വാസത്തിൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ആ മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് അയാളുടെ മതത്തിൽ വിശ്വസിക്കാനും ആ മതവിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ കൂടി മുമ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം, സെക്കുലറിസം. അത് ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഗാന്ധി ഹിന്ദു മതവിശ്വാസിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. BJP ഭരണമാണെങ്കിൽ കൂടിയും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസും JDSും ഒരു പടി മുന്നേ എന്ന രീതിയിലാണ് പ്രചരണ രംഗത്ത് മുന്നേറാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും BJP കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രചാരണത്തിൽ സജീവമാകുന്ന സാഹചര്യം കണ്ടു. പ്രധാനമന്ത്രി ഇന്നലെയും അവിടെ എത്തിയിരുന്നു. 7ാമത്തെ തവണയാണ് ഇന്നലെ പ്രധാനമന്ത്രി ഈ വർഷം ആരംഭിച്ചതിനു ശേഷം കർണാടകയിൽ എത്തുന്നത്. ഇപ്പോൾ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തുകയാണ്. ഒപ്പം സിദ്ധരാമയ്യ, മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീണ്ടും വരുണയ്ക്ക് പുറമെ രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാനുള്ള നീക്കത്തിലാണ് എന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാഹചര്യം. രാകേഷ് തന്നെ നമുക്ക് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. രാകേഷ്, കർണാടക നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ്. സ്വാഭാവികമായും കർണാടകയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കേരളത്തിലും ഏറെ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് മത്സരിക്കുന്നവരിൽ മലയാളികൾ കൂടി ഉൾപ്പെടുന്നു എന്ന പ്രാധാന്യമുണ്ട്. എന്താണ് ഇന്ന് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ? ഏതു തരത്തിലുള്ള നീക്കങ്ങളാണ്? അമിത്ഷായുടെ പങ്കാളിത്തം, അദ്ദേഹത്തിന്റെ പരിപാടികൾ, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് രാകേഷ്? സജിത്ത്, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കർണാടകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സംസ്ഥാനത്ത് എത്തുന്നത്. ഒപ്പം തന്നെ സിദ്ധരാമയ്യ രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിച്ചേക്കും. അത്തരത്തിലുള്ള സൂചനകൾ കൂടി ഏതായാലും പുറത്തു വരുന്നു. ഏതായാലും ഈ വാർത്തകൾ വിശദമായി നോക്കാം. അതായത് അമിത്ഷാ ഇന്ന് വീണ്ടും സംസ്ഥാനത്തെത്തുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ അമിത്ഷാ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഒപ്പം തന്നെ വിവിധ പരിപാടികളിലും അമിത്ഷാ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 2 പ്രതിമാ അനാച്ഛാദനം അമിത്ഷാ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിധാൻ സൗദയിൽ നടക്കുന്ന ചടങ്ങിലാണ് അമിത്ഷാ പങ്കെടുക്കുക. അത് ഒന്ന് സാമൂഹ്യ പരിഷ്കർത്താവും ലിംഗായത്ത് ആചാര്യനുമായ ബസവേശ്വരയുടെ പ്രതിമ, മറ്റൊന്ന് ബംഗളൂരു നഗരത്തിന്റെ സ്ഥാപകനായ നാദപ്രഭു കെമ്പഗൌഡയുടെ പ്രതിമ. ഈ 2 പ്രതിമകൾ അമിത്ഷാ അനാച്ഛാദനം ചെയ്യും. കാരണം കർണാടക പ്രത്യേകിച്ച് ജാതി സമവാക്യങ്ങൾ അവിടെ സങ്കീർണമാണ്. ലിംഗായത്ത് സമുദായത്തെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. കാലങ്ങളായി ലിംഗായത്ത് സമുദായം BJPക്കൊപ്പമാണ്. കാരണം 2007 അവിടെ ആദ്യ BJP സർക്കാർ അധികാരത്തിൽ വരുന്നെങ്കിൽ പോലും 90കൾ മുതൽ ലിംഗായത്ത് സമുദായം ഒപ്പമുണ്ട്. അപ്പോൾ ആ വോട്ട് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുക, അതാണ് ഈ പ്രതിമാ അനാച്ഛാദനത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് കെമ്പഗൌഡെ വൊക്കലിംഗ സമുദായത്തിന്റെ നേതാവായിരുന്നു. വൊക്കലിംഗ സമുദായം പക്ഷേ കാലങ്ങളായി BJPക്കൊപ്പമല്ല ഉള്ളത്. JDSനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയുമാണ് ഈ സമുദായം കൂടുതലായി പിന്തുണച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ വൊക്കലിംഗ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള ലക്ഷ്യം BJPക്കുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടി വേണം ഈ പ്രതിമാ അനാച്ഛാദനത്തെ കാണാൻ. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി വൊക്കലിംഗ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർണാടകയിലെ ജാതി സമവാക്യങ്ങളിൽ വളരെ നിർണായകമാണ് ഈ
രണ്ട് സമുദായങ്ങളും. ലിംഗായത്ത് ഏതാണ്ട് 14% ലിംഗായത്ത് സമുദായത്തിന്റെ ജനസംഖ്യയെങ്കിൽ വൊക്കലിംഗ സമുദായത്തിന്റെ ജനസംഖ്യ ഏതാണ്ട് 11% വരും കർണാടക ജനസംഖ്യയിൽ. അപ്പോൾ ഈ വോട്ടുകളെ ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നടക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ നീക്കം. കാരണം തെരഞ്ഞെടുപ്പ് ഏത് നിമിഷം വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. ഈ വരുന്ന ആഴ്ച പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിരിക്കുകയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും അമിത്ഷായുടെ സന്ദർശനം ഇന്ന് നടക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ 124 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് അവിടെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ വരുണ മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് സിദ്ധരാമയ്യ മത്സരിക്കാനുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ പട്ടിക പുറത്തു വന്നതിന് ശേഷം സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാമതൊരു കൂടി മണ്ഡലത്തിൽ മത്സരിക്കും, തനിക്ക് ആഗ്രഹമുണ്ട്, അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. അതായത് കോലാറിൽ മത്സരിക്കണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഹൈക്കമാൻഡാണ് അവിടെ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും വരുണയിൽ മത്സരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇപ്പോൾ സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത് വരുണയിൽ മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു, താൻ അത് അംഗീകരിച്ചു. കോലാറിൽ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നുള്ളതാണ്. കാരണം കോലാറിൽ ഇതുവരെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ സിദ്ധരാമയ്യയുടെ സിറ്റിംഗ് സീറ്റ് ബദാമിയാണ്, അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഏതായാലും കൈക്കൊള്ളുക. വീണ്ടും സജിത്തിലേക്കും രഞ്ജിനിയിലേക്കും. ശരി, രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ കർണാടക നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ വളരെ രസകരമായ ഒരു കൗതുകം നിറഞ്ഞ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മലയാളം വാർഷിക പരീക്ഷാ പേപ്പറിലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യവും ഉത്തരവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുന്നത്. മെസ്സിയുടെ ജീവചരിത്രക്കുറിപ്പ് അല്ലേ? അതെ, മെസ്സിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്ന ചോദ്യത്തിന് നെയ്മറിന്റെ ആരാധികയായ ഈ കുട്ടി നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറൽ. ഫുട്ബോൾ പ്രേമം സീസണിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിന് തെളിവാണ് മലയാളം വാർഷിക പരീക്ഷാ പേപ്പറിലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ഈ ചോദ്യവും ഉത്തരവും. പരീക്ഷയിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു: മെസ്സിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കുറിപ്പ് തയ്യാറാക്കാനുള്ള വിവരങ്ങളും മെസ്സിയുടെ ഫോട്ടോയും ചോദ്യപേപ്പറിൽ തന്നെ നൽകിയിരുന്നു. എന്നാൽ മലപ്പുറം പുതുപ്പള്ളി ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റിസ ഫാത്തിമ ഇതിനെഴുതിയ ഉത്തരം രസകരമാണ്. ഞാൻ എഴുതൂല, ഞാൻ ബ്രസീൽ ഫാനാണ്, എനിക്ക് നെയ്മറിനെയാണ് ഇഷ്ടം, മെസ്സിയെ ഇഷ്ടമല്ല എന്നായിരുന്നു അത്. എനിക്ക് കൊച്ചു മുതലേ ഉള്ളത്, ആദ്യം എനിക്ക് കളി എന്താണെന്നൊന്നും അറിയില്ല, ഒരാളെ ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ 4ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് ഇതിങ്ങനെ കളിയാണ് അങ്ങനത്തെ ഒക്കെ ഈ പേര് പറഞ്ഞു കേട്ടിട്ടാണ് അതാദ്യം ഇതായത്, അതിനെ കുറിച്ചിട്ടുള്ളൊരു ഇത് വന്നത്, ആരാധന വന്നത്. പിന്നെ 4ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഇതെന്താണ് അങ്ങനെ കാര്യം മനസ്സിലായി തുടങ്ങി. എനിക്ക് മെസ്സി ഇഷ്ടമല്ല. എനിക്ക് ഇത് ചോദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് എഴുതണ്ടെന്നുള്ളൊരിത് വന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇതാക്കിയത് ഞാൻ ചോദ്യപേപ്പറിൽ എഴുതി. തുടർന്ന് ഈ ചോദ്യവും ഉത്തരവും സമൂഹ മാധ്യമങ്ങളിൽ അധ്യാപകനാണ് പങ്കുവച്ചത്. ഇതോടെ ചോദ്യവും ഉത്തരവും ഫുട്ബോൾ പ്രേമികൾ ഏറ്റെടുക്കുകയും ചെയ്തു. ന്യൂസ് 18 തിരൂർ. അപ്പം നമ്മൾ വീണ്ടും ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പെരിയ കനാൽ എസ്റ്റേറ്റിന് സമീപം ജീപ്പ് കാട്ടാന ആക്രമിച്ചു. അരിക്കൊമ്പനല്ല, ചക്കക്കൊമ്പനാണ് എന്നാണ് സൂചനയാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. ജെയിംസ്, പ്രിൻസ്, വീണ്ടും കാട്ടാന ആക്രമണം ഇടുക്കിയിൽ. അരിക്കൊമ്പനെ ഈ പിടികൂടാനുള്ള ദൗത്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നിടയിൽ വീണ്ടും ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? എവിടെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും പെരികനാൽ എസ്റ്റേറ്റ് സമീപത്തായിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും വാഹനത്തിനെതിരെ ആക്രമണം ഉണ്ടായെങ്കിലും മറ്റ് ആളുകൾക്കൊന്നും പരിക്കുകളൊന്നുമില്ല. ഈ ചക്കക്കൊമ്പൻ സാധാരണഗതിയിൽ ഇറക്കുന്ന വഴി ജലവാസ മേഖലയിലുള്ള സമയത്ത് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു സ്വഭാവം ചക്കക്കൊമ്പന് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആനിറങ്കൽ ജലാശയത്തിൽ ബോട്ട് ടൂറിസ്റ്റ് സെന്ററിലെത്തിയ അവിടെയുള്ള വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു. മുൻപും ഈ പെരികനാൽ ആനിറങ്കൽ മേഖലകളിലേക്ക് നിരവധി വാഹനങ്ങൾക്ക് നേരെ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ചക്കക്കൊമ്പൻ ഈ ദേശീയപാതയിൽ ഓരത്തോടേക്ക് നടക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ആക്രമണം നടത്തുന്ന രീതി ചക്കക്കൊമ്പന്റെ രീതിയാണ്. എന്നാൽ ഈ നിലവിൽ മേഖലയിൽ അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യം വനംവകുപ്പ് തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ആക്രമണം നടന്നെങ്കിലും കാര്യമായ മറ്റ് അപകടങ്ങളൊന്നുമില്ല എന്നത് ആശ്വാസകരമാണ് കാര്യം. അങ്ങനെ പ്രഭാത കേരളം അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ച മ്യൂസിയം കാഴ്ചകൾക്കൊപ്പമാണ് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സമ്പന്നത, നിരവധി വാർത്തകളുണ്ടായിരുന്നു, ഒപ്പം തന്നെ മ്യൂസിയം കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു.
എന്തായാലും ഇന്ന് പ്രഭാത കേരളം അല്പം നേരത്തെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. ISROയുടെ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 വിക്ഷേപണത്തിന് ഇങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞ് ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 9 മണിക്ക് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം ആരംഭിക്കും. എന്തായാലും ഈ വിക്ഷേപണത്തിന്റെ പൂർണ്ണമായ ചിത്രം ന്യൂസ് 8 ഉണ്ടാവും. ഗോപിക സുരേഷ് ഡൽഹിയിൽ ഡെസ്കിൽ നിന്നും എന്താണ് വിക്ഷേപണവും ഒപ്പം തന്നെ അത് സാധ്യമാക്കുന്ന നേട്ടങ്ങളും അടക്കം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. അപ്പം പ്രഭാത കേരളം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം, നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പ്രഭാത കേരളം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.